അപ്പോ നമ്മൾ വിഷയം നേരത്തെ സൂചിപ്പിച്ച പ്രകാരം തന്നെ BA FPCയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ രജിസ്റ്റർ ചെയ്തത് BA സൈക്കോളജിയാണ്. അതിലെ ഒരു സ്ട്രീമാണ്, ഒരു പ്രോഗ്രാമാണ്. അതിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങളുടെ മെയിനിന്റെ ഭാഗമായിട്ട്, അഥവാ സൈക്കോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് BPCC 101. ഇത് ഈ പ്രോഗ്രാമിലുണ്ട്. ഇതുപോലെ ഇതിന് സമാനമായ മറ്റൊരു ഡിഗ്രി ഉണ്ട്, ഇഗ്നോ തന്നെ കൊടുക്കുന്ന BA സൈക്കോളജി, BPCH എന്നാണ് ഇതിന്റെ പേര്. അതിലുണ്ട് ഈ പേപ്പർ. അപ്പോ BPCC 101 ഇതിൽ നമ്മൾ പഠിക്കുന്ന ജനറൽ സൈക്കോളജിയാണ്. അതായത് സൈക്കോളജി എന്താണ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എന്തിനാണ് ഇത് പഠിക്കുന്നത്, എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്തത്, ഇതിന്റെ ഒറിജിന്, നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്, ഡെവലപ്മെന്റ്, ഹിസ്റ്ററി, ഇങ്ങനെ തുടങ്ങുന്ന കുറച്ച് ബേസിക് കാര്യങ്ങളാണ്. കുറെ ഡീറ്റെയിൽ ആയി പല യൂണിറ്റിൽ വരുന്നുണ്ട്. നമുക്ക് ഈ യൂണിറ്റിലുള്ളത് ഒന്നാമത്തെ ബ്ലോക്കിൽ പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. സൈക്കോളജി എന്ന വിഷയത്തെ നിങ്ങൾക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ടു ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചവരുണ്ടാകും, അവർക്ക് സൈക്കോളജി ചിലപ്പോൾ ടോപ്പിക് ആയിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സയൻസ് ഗ്രൂപ്പിന് ഉണ്ടാവില്ല, അവർ ബയോളജി കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, സൈക്കോളജിയിൽ ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. കൊമേഴ്സ് ചെയ്തവർക്ക് സൈക്കോളജി പഠിക്കാനുണ്ടാവില്ല, ചിലപ്പോൾ ഒരു പക്ഷേ ഓപ്ഷനൊക്കെ ഉണ്ടാകാം. എന്നാലും സൈക്കോളജി ഒരു ടോപ്പിക് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേപ്പറാണ് ഈ പറഞ്ഞ ജനറൽ സൈക്കോളജി എന്നുള്ളത്. ഇതിലെ ഒന്നാമത്തെ ബ്ലോക്ക് നേരത്തെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇഗ്നോയുടെ മെറ്റീരിയലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് മൊഡ്യൂൾ ആണോ നമ്മൾ എടുക്കുന്നെങ്കിൽ അത് 3 or 4 ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഇത് 4 ബ്ലോക്കാണ്. കമ്പാരിറ്റീവ്ലി ഈ പേപ്പറിൽ മറ്റു പേപ്പറിനെ അപേക്ഷിച്ച് യൂണിറ്റുകളുടെ എണ്ണം കുറവാണ്. ഓരോ ബ്ലോക്കിലും 4 യൂണിറ്റ് ഉണ്ടെങ്കിൽ 4 ബ്ലോക്കുകളിൽ 16 യൂണിറ്റ് ഉണ്ടാവും. ഇതിൽ ആപേക്ഷികമായിട്ട് യൂണിറ്റുകളുടെ എണ്ണം കുറവാണ്. ഇപ്പൊ ഒരു ബ്ലോക്കിൽ 2 യൂണിറ്റ് ഉണ്ടാവുള്ളൂ, മറ്റേ 3 എണ്ണം, അങ്ങനെ വെച്ചിട്ട് 12 യൂണിറ്റ് ഇതിലുള്ളൂ. അതേസമയം നിങ്ങൾ പഠിക്കാനുള്ള വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനത്തിന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 16 യൂണിറ്റ് ഉണ്ട്, 17 യൂണിറ്റ് ഉണ്ട്, മറ്റൊന്നിൽ 20 യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഓക്കെ, നമ്മളത് വിഷയമല്ല. ഏതായാലും ഫസ്റ്റ് ബ്ലോക്കിൽ സൈക്കോളജി എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ട് പഠിക്കേണ്ട യൂണിറ്റ് ഒറിജിൻ ഓഫ് സൈക്കോളജി. സൈക്കോളജിയുടെ ഉത്ഭവം, എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്, എങ്ങനെയാണ് ഉത്ഭവിച്ചത്, ആരാണ് തുടക്കം കുറിച്ചത്, എത്ര കാലം മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ എന്താണത്, ഏതെല്ലാം ഘട്ടങ്ങളിലോ കടന്നുപോയി എന്നൊക്കെ ഇതിൽ ചർച്ച ചെയ്യാം. നമുക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ സൈക്കോളജിയിൽ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് 2 കാര്യങ്ങളുണ്ട്. സൈക്കോളജിയെ കുറിച്ച് അറിയുന്ന, നിങ്ങൾക്ക് അറിയുന്ന 1-2 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരുന്നു. ആർക്കൊക്കെ എന്തൊക്കെ അറിയാം സൈക്കോളജിയെ കുറിച്ച്? Psychology is a scientific study of human behavior and mental process. വെരി ഗുഡ്. ആരാണ് പറഞ്ഞാല് ഡെഫിനിഷൻ പറഞ്ഞാല്? അപ്പൊ നിങ്ങൾ തന്നെ ക്ലാസ് എടുത്താൽ മതി കുട്ടികൾക്ക്. നസ്ല പറഞ്ഞത് മോഡേൺ ഡെഫിനിഷനാണ് സൈക്കോളജിയുടെ. ഇപ്പോ നമ്മൾ സൈക്കോളജിക്ക് പറയുന്ന ഡെഫിനിഷനാണ്, കറക്റ്റ് ആണോ? ഓക്കെ, എന്താ പറയുന്നത്? ഹ്യൂമൻ ബിഹേവിയർ, അതാണ് പഠിക്കാനുള്ളത്. പിന്നെന്താ ഉള്ളത്? മെന്റൽ പ്രോസസ്സുകൾ, അതും. ഇത് രണ്ടുമാണ് പഠിക്കാനുള്ളത്. ഹ്യൂമൻ ബിഹേവിയർ നമുക്ക് ഇതിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞോട് പറയാം, ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്നതാണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ആക്ഷൻ കാണിക്കുന്നുണ്ട്, ഒരാളുടെ ഡ്രസ്സ്, അയാളുടെ പെരുമാറ്റം, പുറത്ത് കാണുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ബിഹേവിയറാണ്. എന്നാൽ അതേസമയം ഉള്ളിന്റെ ഉള്ളിൽ കുറെ കാര്യങ്ങളുണ്ടാവും. ചില ആൾക്കാർ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ വിയർത്താകെ വിറക്കുന്നുണ്ടാവും, ഉള്ളിൽ ഭയങ്കര പേടിയുണ്ടാവും. അതേസമയം നമ്മുടെ ചിന്തകൾ പലതും ഇരിക്കും. നിങ്ങൾ ചില ആൾക്കാർ ക്ലാസ് കേൾക്കുന്നുണ്ടോ, പക്ഷെ ചിന്തിക്കുന്ന വേറെ എന്തായിരിക്കും? മെന്റൽ പ്രോസസ്സ്. നമ്മുടെ ചിന്ത, തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ്, അത് ചർച്ച ചെയ്യും. അതുകൊണ്ട് പുറത്ത് കാണുന്ന നമ്മുടെ പെരുമാറ്റങ്ങൾ, സംസാരമാട്ടെ, ഇടപെടലുകളാട്ടെ, മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നത് എന്തൊക്കെയുണ്ടോ അത് ബിഹേവിയറും. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സുകൾ മെന്റൽ പ്രോസസ്. ഇത് രണ്ടും ചർച്ച ചെയ്യുന്നതാണ് സൈക്കോളജി എന്നാണ് ഇപ്പൊ മോഡേൺ ഡെഫിനിഷൻ. അവിടെ എത്തിയിട്ടില്ല, അത്ര മോഡേൺ ആയിട്ടില്ല. നിങ്ങൾക്ക് ന്യൂ ജെൻ ആണല്ലേ, അവിടേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ഇതിന്റെ തുടക്കം പറയാം. വേറെന്താ അറിയാം? ആർക്കെങ്കിലും അറിയോ സൈക്കോളജിയെ കുറിച്ച്? ഇല്ലെങ്കിൽ ഞാൻ പറയാം. സൈക്കോളജി എന്ന് പറഞ്ഞാൽ 2 വേർഡാണ്, സൈക്കി പ്ലസ് ലോഗോസ്. എന്താണ്? സൈക്കെ അല്ലെങ്കിൽ സൈക്കി, PSYCHE പ്ലസ് ലോഗോ. സൈക്കി എന്ന് പറഞ്ഞാൽ മനസ്സ്, മൈൻഡ് എന്നതാണ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി, സയന്റിഫിക് സ്റ്റഡി എന്നാണ്. അപ്പോ സൈക്കോളജിയുടെ ഡെഫിനിഷൻ എന്തായിരിക്കും? സയന്റിഫിക് സ്റ്റഡി അബൌട്ട് മൈൻഡ്. ഇങ്ങനെ നമുക്ക് പറയാം.
ഗ്രീക്ക് ലാറ്റിൻ വേർഡിലൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന വാക്കാണ്. അതാണ് അവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. ഓക്കെ, അപ്പോ സയന്റിഫിക് സ്റ്റഡി അബൌട്ട് മൈൻഡ് എന്നാണ് ഇതിന് നമുക്ക് പറയാൻ പറ്റുന്ന ഡെഫിനേഷൻ. അപ്പൊ അതിപ്പോ സ്വീകാര്യമല്ല. ഇപ്പോഴത്തെ കാലത്ത് അത് സ്വീകാര്യം. എന്താ കാരണം നമുക്ക് പഠിക്കാം. ഏതായാലും സൈക്കോളജിയെ കുറിച്ച് സൈക്കോളജി സ്റ്റഡീസ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. എന്താണ് പഠിക്കുന്നത്? ബിഹേവിയർ പഠിക്കുന്നു, മെന്റൽ പ്രോസസ് പഠിക്കുന്നു. അതാണ് ആകെ തുക ഉള്ളത്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ പെരുമാറ്റങ്ങൾ. നമ്മുടെ വീട്ടില് 10 ആൾക്കാരുണ്ടെങ്കിൽ 10 ആളും 10 രൂപത്തിലേക്ക് പെരുമാറും. ചില ആൾക്കാരുടെ എത്ര പറഞ്ഞാൽ അത്ര വലിയ മാറ്റം. ചിലർക്ക് ചെറിയൊരു വിഷയം മതി, അത് പെട്രോളിലൊക്കെ സ്പാർക്ക് ഇട്ടാൽ മതി, ആളിക്കത്യാക പ്രശ്നങ്ങളായിരിക്കും. അല്ലെ, കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത ഒരുങ്ങൂലാർന്നായിരിക്കാറുണ്ട്. എത്ര പറഞ്ഞാലും മാറ്റമില്ലാത്തവര്. അവ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചൂടാവുകയും ദേഷ്യം പിടിക്കുകയും എത്ര തന്നെ ചൂടാക്കിയാലും ചൂടാവാത്തവരും. അപ്പൊ ചെറിയ കാര്യത്തിന് ടെൻഷൻ അടിക്കുന്നവരുണ്ടാവും, ചെറിയ കാര്യത്തിന് തെറ്റുന്നവരുണ്ടാകും. അതൊക്കെ അവരുടെ പെരുമാറ്റങ്ങളാണ്. അങ്ങനെ പെരുമാറാൻ അവരെ ചിന്തിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അപ്പോൾ ഈ ചിന്ത, പ്രോസസ്, ഇമോഷൻസ്, ഫീലിങ്സ്, പുറത്ത് കാണുന്ന ആക്ഷൻസ് ആൻഡ് ബിഹേവിയർ, ഇതൊക്കെ പഠിക്കുന്നതാണ് സൈക്കോളജി. പൊതുവെ നമ്മൾ മനസ്സിലാക്കിയ സൈക്കോളജി പറഞ്ഞ മനഃശാസ്ത്രം, മനസ്സ് പഠിക്കലേ, അയാളെ നമ്മുടെ മനസ്സിൽ കയറുന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കള്ളന്മാര് കക്കണാരി കക്കുന്നുണ്ടാകും എന്നാണ് ധാരണ. അങ്ങനെയല്ല, മറിച്ച് എന്താണ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി അബൌട്ട് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. ആ ഡെഫിനിഷൻ പഠിക്കണം. സയന്റിഫിക് സ്റ്റഡി അബൌട്ട് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. അങ്ങനെ പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ആൾമോസ്റ്റ് ഓൾ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും. ഒരു കുഞ്ഞ് ജനിച്ച് മരിക്കുന്നത് വരെയുള്ള വ്യത്യസ്തമായ ഘട്ടങ്ങൾ. അവിടെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതമാകാം, കുടുംബജീവിതമാകാം, മാനസിക പ്രവർത്തനങ്ങളാകാം, പുറത്തു കാണുന്നതാകാം, സ്പിരിച്വൽ ആകാം, ഇമോഷണൽ ആകാം, ഇങ്ങനെ തുടങ്ങുന്നു. ഫിസിക്കൽ, ബയോളജിക്കൽ, സൈക്കോളജിക്കൽ എല്ലാം പെടും. ഇതെല്ലാം നമ്മുടെ സൈക്കോളജിയിൽ ചർച്ചയ്ക്ക് വിധേയമാണ്. വിശാലമായ സബ്ജക്റ്റ് ആണ്, ഇത്ര നിസ്സാരമായി കാണാൻ പാടില്ല. ഫോക്കസസ് മെയിൻലി ഓൺ അണ്ടർസ്റ്റാൻഡിംഗ് ഹ്യൂമൻ ബിഹേവിയർ സയന്റിഫിക്കലി. ഇതിന്റെ ഫോക്കസ് എവിടെ കിടക്കുന്നത്? എല്ലാം പഠിക്കുന്ന പറഞ്ഞാൽ ഫോക്കസ് കിടക്കുന്നത് ഹ്യൂമൻ ബിഹേവിയറിനെ സയന്റിഫിക്കലി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോ ക്യാരക്ടറിസ്റ്റിക്കും നേച്ചറും നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. ഓക്കെ അല്ലേ? ഇനി സൈക്കോളജിയെ കുറിച്ച് പൊതുവെ കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. പലവർക്കും ഒരു ധാരണ. എന്തൊക്കെയാണ് തെറ്റിദ്ധാരണ? എന്തായിരിക്കും നിങ്ങൾ മനസ്സിലാക്കിയിരുന്നത്, അല്ലെങ്കിൽ പൊതുവെ ജനങ്ങൾ മനസ്സിലാക്കിയ തെറ്റിദ്ധാരണകൾ എന്താണെന്ന് അറിയോ? ആർക്കില്ല, അങ്ങനെ ഒരു ധാരണയില്ലേ നമുക്ക്? പറഞ്ഞോളൂ. ആർക്കെങ്കിലും അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ അയൽവാസി, നമ്മളൊപ്പം പഠിച്ചാക്ക് എന്റെ വീട്ടിലൊരാൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ വീട്ടിൽ കുളിച്ച് കഴിഞ്ഞാൽ അവരിപ്പോ പറയും, അങ്ങനെ ഞങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ സൈക്കോളജിയെ കുറിച്ചുള്ള? ഈ 3 കാര്യങ്ങളാണ് സൈക്കോളജി. നിങ്ങൾ മെറ്റീരിയൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. സൈക്കോളജിയെ കുറിച്ചുള്ള പൊതുവെയുള്ള തെറ്റായ ധാരണകൾ. ഒന്ന്, ഇറ്റ് ഡീൽസ് ഓൺലി വിത്ത് അബ്നോർമൽ പീപ്പിൾ. അങ്ങനൊരു ധാരണ പൊതുവെ. മാനസിക രോഗങ്ങൾ ഉള്ളവരെ ചികിത്സിക്കാൻ, അവരെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ, അവരുടെ കാര്യങ്ങൾ നോക്കുന്നതല്ല സൈക്കോളജി. പിന്നെ എന്തിനാ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്റെ മക്കൾക്ക് പ്രശ്നം, പിന്നെ എന്തിനാ സൈക്കോളജി പഠിക്കണം? അത് മാനസിക രോഗികളെ കൈകാര്യം ചെയ്യാനുള്ള സാധനമാണ്, അല്ലാതെ നോർമൽ എന്നൊരു ധാരണ ഉണ്ട്. അങ്ങനെയല്ല സൈക്കോളജി. മനസ്സിലായോ? അങ്ങനെ ഒരു ധാരണ ആരെങ്കിലും വെച്ച് പുലർത്തുന്നെങ്കിൽ തെറ്റാണ്. അപ്പൊ മാനസിക രോഗങ്ങൾ മാത്രമല്ല അത് പഠിക്കാനുള്ളതാണ് എന്നൊരു ധാരണ അല്ല. ഓൺലി വിത്ത് അബ്നോർമൽ പീപ്പിൾ, അത് ശരിയല്ല. രണ്ടാമത്തെ എന്താണ്? സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ മനസ്സൊക്കെ വായിക്കാൻ പറ്റും. നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് പുസ്തകത്തിൽ നോക്കുന്നവര്, സ്ക്രീനിൽ നോക്കുന്നവര്, ടി വിയിൽ നോക്കി കാര്യം മനസ്സിലാക്കണം. ഒരാളെ കാണുമ്പോഴൊക്കെ അതിന്റെ ഉള്ളിൽ അയാൾ എന്ത് ചിന്തിക്കുന്നു, അയാൾ എന്ത് വിചാരിക്കുന്നു, അയാൾ എന്താ പറയാൻ പോകുന്നത്, നാളെ അയാൾ എന്തൊക്കെ ചെയ്യും, ഇന്നലെ അയാൾ എന്ത് ചെയ്തിരുന്നു എന്നൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു ധാരണ പലർക്കുണ്ട്. അയാൾ സൈക്കോളജിസ്റ്റ് എന്നൊരു ധാരണ. അത് ശരി. അപ്പൊ എന്താണ്? ഒന്ന്, അബ്നോർമൽ പീപ്പിളിനെ മാത്രം കൈകാര്യം ചെയ്യുന്നു എന്നത് തെറ്റാണ്. അതുപോലെ മനുഷ്യന്റെ ഉള്ളിലുള്ള ചിന്തകളും വ്യവഹാരങ്ങളും ആലോചനകളും ഇതുള്ളിലൊക്കെ ചോർന്നെടുക്കാനും കുഴിന്നെടുക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടെന്നുള്ളത് അതും തെറ്റാണ്. അങ്ങനെയില്ല. പിന്നെ മറ്റൊന്നാണ്, സൈക്കോളജിസ്റ്റ് ആർ സെയിം ആസ് ആസ്ട്രോളജേഴ്സ്, പാമിസ്റ്റ്. ഇങ്ങനെ ധാരണയുണ്ട് പലർക്കും. ഈ ആസ്ട്രോളജി എന്നൊക്കെ പറയില്ലേ, ഹിന്ദു മിത്തോളജിയിലൊക്കെ കാണാറുണ്ട്. പണ്ട് അറബ്സിനൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന നക്ഷത്രം ഉദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും പറയാറുണ്ട് സുഹൈൽ എന്ന നക്ഷത്രം. സുഹൈൽ നക്ഷത്രം വന്നാൽ മഴ പെയ്യും, അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ വെയിൽ വരും എന്നൊക്കെ പറഞ്ഞ ധാരണ എപ്പോഴും ഉണ്ട് അവർക്ക്. യൂറോപ്യൻസിന്റെ ആ സമയത്ത് പത്രത്തില് യൂറോപ്യൻസിന്റെ യുഎയിലൊക്കെ വരാറുണ്ട്, നമ്മൾ ഖത്തറിലും വരാറുണ്ട്. സുഹൈൽ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു, ഇനി കാറ്റടിക്കാൻ സാധ്യതയുണ്ട്. പണ്ട് അറബികൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ചില നക്ഷത്രങ്ങൾ ഇന്ന നക്ഷത്രമുള്ള സമയത്താണ് ജനിച്ചത്, അതുകൊണ്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും. ഹിന്ദു മിത്തോളജിയിൽ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഹോറോസ്കോപ്പ് എന്നൊക്കെ പറയും. സൈക്കോളജിക്കാരും അങ്ങനെ തന്നെയാണ് എന്നൊരു ധാരണ. അതായത്
നക്ഷത്രവാരഫലം നോക്കുന്ന, നക്ഷത്രങ്ങളുടെ ചലനങ്ങൾ നോക്കിയിട്ട് മനുഷ്യന്റെ സ്വഭാവവും പെരുമാറും. കല്യാണത്തിന് പോലും അത് നോക്കാറുണ്ടെന്ന് തോന്നുന്നു. അത് നമ്മൾ അറബി ഇസ്ലാമിക് കോൺസെപ്റ്റിൽ കുഫു വെക്കുക എന്ന് പറയും. കല്യാണം കഴിക്കുമ്പോൾ ആണും പെണ്ണും ആ രണ്ട് വീട്ടുകാർ തമ്മിൽ അവരെ മതപരമായിട്ടോ വിശ്വാസപരമായിട്ട് സാമ്പത്തികമായിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കാനുണ്ടല്ലോ. ഇതൊക്കെ ഒത്തുവരണം. ഇതേ പ്രകാരം മറ്റു മതക്കാർ പലവരും പല മാനദണ്ഡങ്ങൾ നോക്കുന്നത്. ഏതായിരുന്നാലും ആസ്ട്രോളജിസ്റ്റിന്റെ പോലെയാണ് സൈക്കോളജിസ്റ്റ് എന്നൊരു ധാരണ ഉണ്ട്. അങ്ങനെയല്ല. അതുപോലെ പാമിസ്റ്റ് എന്റെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിരുന്നു, ഇപ്പം കണ്ടിട്ടില്ല. അത് കൈ നോക്കുന്ന ആൾക്കാർ, ഹസ്തരേഖ നോക്കുന്ന ഒരു തത്തമ്മയുമായിട്ട് ഒരു പെട്ടിയിലാക്കി കൊണ്ടുവന്ന് കുറെ ചീട്ടുകൾ ഇട്ടിട്ട് തത്തമ്മ ഒന്ന് കൊത്തിയെടുക്കും. എന്നിട്ട് അതിനെ കുറിച്ച് ഇങ്ങനെ പറയും. ആ കൊത്തിയെടുത്ത ഷീറ്റിൽ എന്താണെങ്കിൽ അതനുസരിച്ച് ഇയാളെ കുറിച്ച് ഇങ്ങനെ പറയും. ആ വീട്ടുകാരെ കുറിച്ച്, ഉമ്മാനെ കുറിച്ച്, വാപ്പാനെ കുറിച്ച്, മക്കളെ കുറിച്ചൊക്കെ പറയും. ഇതേ പ്രകാരം സൈക്കോളജി എന്നൊരു ധാരണ. അതുമല്ല. അപ്പോ കൈനോട്ടക്കാര് അവരെ പോലെയാണ്, എന്തൊക്കെയോ പറയുന്ന രേഖകൾ നോക്കി പറയുന്നവരാണ് സൈക്കോളജി എന്ന ധാരണ തെറ്റാണ്. ആസ്ട്രോളജിസ്റ്റിനെ പോലെ തെറ്റാണ്. പിന്നെ ന്യൂമറിക്ക് ചൈനക്കാർക്കൊക്കെ ഉണ്ട് ചില നമ്പറിൽ വിശ്വാസം. ചൈനയിലെ ചില നമ്പറുകൾ 8, അവര് വണ്ടിയുടെ ബോർഡൊക്കെ എടുക്കുമ്പോൾ നമ്പർ പ്ലേറ്റ് ഒക്കെ എടുക്കുമ്പോൾ 8 എടുക്കും. കാരണം എഴുതി അവസാനം മേലോട്ടാ വരുന്നത്. മേലോട്ട് വരുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര പുണ്യമുള്ളതും സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതും ഉന്മേഷം ഉണ്ടാകുന്നൊക്കെ ഒരു ധാരണ അവർക്കുണ്ട്. അമേരിക്കക്കാർക്കുണ്ട് ചില നമ്പർ. അവർ ഹോട്ടലിലൊക്കെ നമ്പർ ഇടുന്ന സമയത്ത് ചില നമ്പർ ഒഴിവാക്കും. ഏതാ നമ്പർ ഓർമ്മല്ല. അപ്പൊ ന്യൂമർ ചില നമ്പറുകൾ ആസ്ട്രോളജിസ്റ്റ് പാമിസ്റ്റുകളെ പോലെയുള്ള ചില ഒരു തരം ആൾക്കാരാണ് സൈക്കോളജിസ്റ്റ് എന്നൊരു ധാരണ. അത് മൂന്നും തെറ്റാണ്. അപ്പൊ എന്താണ്? ഒന്ന്, സൈക്കോളജി എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ബിഹേവിയർ, അബ്നോർമൽ പീപ്പിളെ കൈകാര്യം ചെയ്യാനും പഠിക്കാനുള്ള ധാരണ, ഇറ്റ് ഈസ് റോങ്. സെക്കൻഡ് വൺ എന്താണ്? ഇവര് മൈൻഡ് റീഡ് ചെയ്യുന്നു. മറ്റൊരാളുടെ മനസ്സ് അയാൾ അറിയാതെ വായിച്ചെടുക്കുന്നു. അയാളുടെ മനസ്സിലുള്ള ചിന്തകളൊക്കെ ഊഹിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും കൺട്രോൾ ചെയ്യാൻ പോലും കഴിയുമെന്നൊരു ധാരണ ഉണ്ട്. അതും തെറ്റാണ്. അതുപോലെ ഇവര് പാമിസ്റ്റുകളെ പോലെ, ആസ്ട്രോളജിസ്റ്റിനെ പോലെ, ന്യൂമറീഷ്യനിസ്റ്റിനെ പോലെയാണ് എന്നൊരു ധാരണ. അതും തെറ്റാണ്. ഇത് സൈക്കോളജിയിൽ പൊതുവെയുള്ള തെറ്റായ ധാരണകളാണ്. പലപ്പോഴും പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ വരാൻ സാധ്യതയുള്ളതാണ്. ഓർത്തിരിക്കുക. അടുത്തത് പിന്നെ സൈക്കോളജി പഠിക്കുമ്പോൾ മറ്റൊരു കാര്യം, ഒരു ടെർമിനോളജിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് സ്യൂഡോ സൈക്കോളജി. സ്യൂഡോ സൈക്കോളജി പറയുമ്പോൾ അപ്പോൾ തണുത്ത സൈക്കോളജി അപ്പുറം ഉണ്ടെന്നാണ്. ചൂടുള്ള സൈക്കോളജി, തണുത്ത അങ്ങനെയാണോ? എന്താണ് സ്യൂഡോ സൈക്കോളജി കൊണ്ട് മനസ്സിലാക്കിയത്? നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണ്? നിങ്ങളുടെ ധാരണ എന്താ സ്യൂഡോ സൈക്കോളജി പറഞ്ഞാൽ? എന്തായിരിക്കും? ആർക്കെങ്കിലും അറിയോ? സ്യൂഡോ സൈക്കോളജി വല്ല വേർഡും വല്ലവരും കേട്ടിട്ടുണ്ടോ? അങ്ങനെ സൈക്കോളജി അല്ലേ? സൈക്കോളജി പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റ് സ്യൂഡോ സൈക്കോളജി. സൈക്കോളജി സയൻസ് ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. സൈക്കോളജി പഠിക്കുന്ന നമ്മൾ ഇറ്റ് ഈസ് എ സയൻസ് എന്ന് നമ്മൾ പറയും. അതോടുകൂടെ നമ്മൾ പറയും ഇറ്റ്സ് എൻ ആർട്ട്. ഇതൊരു ആർട്ടാണ്, ഒരു കലയാണ്. ഇത് സയൻസ് ആണ്. ഇന്ന രീതികളൊക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് സയൻസ് ആണെങ്കിൽ പ്രത്യേക മെത്തേഡുകൾ ഉപയോഗിക്കണം. സിസ്റ്റമാറ്റിക് സ്റ്റഡി ഉണ്ടായിരിക്കണം, ഒബ്സർവേഷൻ ഉണ്ടായിരിക്കും, എക്സ്പെരിമെന്റേഷൻ ഉണ്ടായിരിക്കണം. അതൊരു പാറ്റേൺ ഫോളോ ചെയ്താലേ സയൻസ് എന്ന് പറയും. അതേ പ്രകാരം ഇതിലൂടെ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുകയും ക്രിയേറ്റീവായി സൊല്യൂഷൻ കണ്ടെത്താനും പറ്റുന്ന രീതിയിലുള്ളതാണെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത്. അപ്പോ എന്താ പറയാ, ജോഗ്രഫി ഒരു ആർട്ടാണ്, അല്ലെങ്കിൽ ബയോളജി ഒരു ആർട്ടാണ് എന്ന് പറഞ്ഞ പോലെ സയൻസ് ഒരു ആർട്ടാണ്. ഫിസിക്സ് ഒരു സയൻസ് ആണ്, അതുപോലെ ഹിസ്റ്ററി ഒരു ആർട്ടാണ് എന്ന് പറയുന്ന പോലെ സൈക്കോളജി ഇറ്റ് ഈസ് എ സയൻസ്, അറ്റ് ദ സെയിം ടൈം ഇസ് എൻ ആർട്ട്. അതെങ്ങനെ അത് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ സയന്റിഫിക് മെത്തേഡ് ഒന്നും ഉപയോഗിക്കാത്ത ചില സൈക്കോളജി, ചില ആൾക്കാരും അതിനെയാണ് നമ്മൾ സ്യൂഡോ സൈക്കോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ട് NLP എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ? NLP ബിസിനസ് മേഖലയിലും ട്രെയിനിങ് മേഖലയിലൊക്കെ നല്ല ഉപയോഗിക്കുന്ന സാധനമാണ് NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ്, NLP ഒരു സ്യൂഡോ സയൻസ് ആണ്, അല്ലെങ്കിൽ സ്യൂഡോ സൈക്കോളജി എന്ന് പറയുന്നത്. അതൊരു ഇപ്പൊ TA എന്ന് പറഞ്ഞ സാധനം, TA കേട്ടിട്ടുണ്ടോ? ട്രാൻസാക്ഷൻ അനാലിസിസ്, എറിക് ബേർന്റെ. അതൊരു സൈക്കോളജിയുടെ ടോപ്പിക് ആണ്. പക്ഷെ ഇപ്പോഴും ഒരു എന്താ പറയാ, ഒരു നാഷണൽ ലെവലോ ഇന്റർനാഷണൽ ലെവലിലോ സൈക്കോളജി മെറ്റീരിയലും വരുന്നില്ല. പക്ഷെ വളരെ വിശദമായി പഠിക്കുകയും നമ്മുടെ വ്യവഹാരങ്ങളെ കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സയൻസ് ഇതാണ്. അതിനെ നമുക്ക് സ്യൂഡോ സയൻസ് പറയാം, സ്യൂഡോ സൈക്കോളജി എന്ന് പറയാം. അതല്ലെങ്കിൽ ഇപ്പൊ ഹിപ്നോട്ടിസം, ഹിപ്നോതെറാപ്പി. ഹിപ്നോട്ടിസം കേട്ടിട്ടുണ്ടോ? ഹിപ്നോട്ടിസം കേട്ടിട്ടുണ്ടെങ്കിൽ അതും സ്യൂഡോ സൈക്കോളജിയാണ്. അതല്ലെങ്കിൽ ഒരു ഒറിജിനൽ സൈക്കോളജി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സ്യൂഡോ സൈക്കോളജി എന്ന് പറഞ്ഞാൽ സയന്റിഫിക് മെത്തേഡുകളും സയന്റിഫിക് സ്ട്രാറ്റജികളും ഉപയോഗിക്കാതെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ട് എന്തൊക്കെയോ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിനെ നമുക്ക് സ്യൂഡോ സൈക്കോളജി എന്ന് പറയാം.
അങ്ങനെ ഒരു സാധനം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സൈക്കോളജി പഠിക്കുന്ന കുട്ടികൾ എന്ന രീതിയിൽ. അങ്ങനെ പറഞ്ഞാൽ സ്യൂഡോ സൈക്കോളജി ഉണ്ടെന്ന് മനസ്സിലാകും. അൺസയന്റിഫിക് സിസ്റ്റം റിസംബ്ലിംഗ് സൈക്കോളജി, സൈക്കോളജിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സയന്റിഫിക് അല്ലാത്ത ചില സിസ്റ്റം. നേരത്തെ പറഞ്ഞു NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സെയിൽസ് മേഖലയിലും മാർക്കറ്റ് മേഖലയിലും ട്രെയിനിങ്ങിലും ടീച്ചിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അത് സയൻസ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല, പക്ഷെ സൈക്കോളജിയുടെ ഭാഗമായിട്ട് ആൾക്കാർ കാണും. അങ്ങനത്തെ നമ്മൾ പറയും സ്യൂഡോ സൈക്കോളജി എന്ന് പറയും. സ്യൂഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അടുത്തത് ലാക്ക് എംപിരിക്കൽ എവിഡൻസ്. സ്യൂഡോ സൈക്കോളജി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത വെച്ചാൽ അത് എംപിരിക്കൽ എവിഡൻസുകൾ ഉണ്ടാവില്ല. അത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റില്ല. സയന്റിഫിക്കലി പ്രൂവ് ചെയ്യുന്ന എക്സ്പെരിമെന്റൽ മെത്തേഡുകൾ ഉപയോഗിക്കുന്ന, സയൻസിന്റെ മെത്തേഡുകൾ ഉപയോഗിക്കുന്ന അതിനെ നമ്മൾ സയൻസ് എന്ന് പറയുള്ളൂ. എന്നാൽ ഇത് സയൻസ് പോലെ തോന്നിക്കുകയും മെത്തേഡ് ഫോളോ ചെയ്യുകയും അതിനെ നമ്മൾ സ്യൂഡോ സൈക്കോളജി എന്ന് പറയും. എക്സാമ്പിൾ ആസ്ട്രോളജി, ന്യൂമറോളജി, പാമിസ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. ഇതൊക്കെ സ്യൂഡോ സൈക്കോളജിക്ക് ഉദാഹരണമാണ്. സൈക്കോളജി അല്ല, എന്നാൽ സൈക്കോളജി പോലെ ഗണിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു. എന്നാൽ അതും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പഠിക്കുന്ന സൈക്കോളജി സയന്റിഫിക് ആണ്, ആയിരിക്കണം, ആർട്ടാണ്, ആയിരിക്കണം. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പഠിക്കണം. ഇനി അപ്പോൾ സൈക്കോളജി എന്താണെന്ന് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി. അത് രണ്ട് വേർഡാണ്, സൈക്ക് പ്ലസ് ലോഗോസ് എന്നുള്ളതും ഇങ്ങനെയാണെന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെ. മനുഷ്യന്റെ പെരുമാറ്റങ്ങളും ഇന്റേണൽ പ്രോസസ്സും എക്സ്റ്റേണൽ പ്രോസസ്സും എല്ലാം മനസ്സിലാക്കുന്ന ഒരു പ്രത്യേക കോംപ്രഹെൻസീവ് ആയ ഒരു സയൻസ് ആണ് നമ്മൾ മനസ്സിലാക്കി. ഇനി സയൻസ്, സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് സോൾ. ഈ സൈക്കോളജിയുടെ ഡെവലപ്മെന്റ് ഇങ്ങനെ പറയും. ഏത് വിഷയം പഠിക്കുമ്പോൾ നമ്മൾ ഡെവലപ്മെന്റ് പഠിക്കുക, അതിന്റെ ഒറിജിൻ എന്നായിരുന്നു, പിന്നെ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ കടന്നുപോയെന്നുള്ളത്. ആദ്യകാലത്ത് അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഉത്ഭവം ശരിക്കും ഒരു ഫിലോസഫി എന്നാണ്. അപ്പൊ സയൻസിന്റെ ഒക്കെ തുടക്കം കാര്യമായിട്ട് ഫിലോസഫിയാണ്. പണ്ടുണ്ടായ കാര്യമായിട്ട് ഫിലോസഫിയാണ്. ഫിലോസഫി എന്ന് പറയുമ്പോൾ ഊഹങ്ങളും ചോദ്യങ്ങളും പിന്നെയും ചോദ്യം അങ്ങനെ ഇത് ഇങ്ങനെ കൂടെ അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കൂടുതൽ ചിന്തിക്കുകയും ഉത്തരങ്ങൾ കണ്ടെത്തുകയും ഉത്തരം മുട്ടിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ശാസ്ത്രം മനസ്സിലാക്കിയത്. അത്ര മനസ്സിലാക്കിയത് ഇപ്പം അതിന്റെ ഒരു ഭാഗമായിരുന്നു സൈക്കോളജി. അതായത് എന്ന് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു സംഭവമല്ല, മറിച്ച് പണ്ട് എന്താ പറയാ ഫിലോസഫി എന്ന് പറയുന്ന അതിന്റെ ഒരു ഭാഗമായിട്ട്, ഫിലോസഫിയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ സോഷ്യോളജിയും സൈക്കോളജിയും ആന്ത്രോപോളജിയൊക്കെ പഠിച്ചിരുന്നത്. പിന്നെയാണ് ഇതൊക്കെ കുട്ടിയായിട്ട് വന്നത്. അപ്പൊ ഒന്നാം ഘട്ടം എന്താണ്? ഇതൊരു ഫിലോസഫിയുടെ ഭാഗമായി കണ്ടിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ അന്ന് ആ കാലത്ത് ഈ ഇരുവർ പറഞ്ഞിരുന്ന ചില സൈക്കോളജി എന്ന് പറഞ്ഞാൽ സോളിനെ കുറിച്ചുള്ള പഠനമാണ്. ഫസ്റ്റ് ഫേസ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി അബൌട്ട് സോൾ. സോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? ആത്മാവല്ലേ? ആത്മാവ്. അപ്പൊ സൈക്കോളജി എന്തായിരിക്കും? ആത്മാവിനെ കുറിച്ച് പഠിക്കുക. ഫിലോസഫിയിൽ അങ്ങനെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഫിലോസഫിയിൽ കാര്യമായിട്ട് കണ്ടെത്തലാണല്ലോ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്റെ സത്ത എന്താണ്? മനുഷ്യന്റെ ആത്മാവ് ഇവിടെ കിടക്കുന്നു. ഇങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തലാണ്. അപ്പോ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റാത്ത, എംപെരിക്കലി നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത ഈ സോളിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഡെഫിനിഷൻ ഒഴിവാക്കി. അപ്പൊ പ്രൂവ് ചെയ്യാൻ പറ്റില്ല, ലാബിൽ വെച്ച് പരിശോധിക്കുകയോ പ്രൂവ് ചെയ്യാനോ സാധിക്കാത്ത, എംപെരിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റാത്ത, സയന്റിഫിക് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റാത്തതായതുകൊണ്ട് ഈ ഡെഫിനിഷൻ നമ്മൾ ഒഴിവാക്കി. ആദ്യത്തെ അപ്പൊ എന്താണ്? റിജക്റ്റഡ്. സോൾ ആണ് എന്നുള്ള സയൻസ് സ്റ്റഡി അബൌട്ട് സോൾ എന്നുള്ളതിനെ നമ്മൾ റിജക്ട് ചെയ്തു ഡ്യൂ ടു ലാക്ക് ഓഫ് സയന്റിഫിക് മെഷറബിലിറ്റി. സയന്റിഫിക്കലി മെഷർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചൂടളക്കുന്നത് പോലെ അല്ലെ, അല്ലെങ്കിൽ പനി അളക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇത് തണുപ്പ് അളക്കുന്ന പോലെ അളന്ന് തിട്ടപ്പെടുത്തണം. ഇത്ര മീറ്റർ, ഇത്ര സെന്റിമീറ്റർ, ഇത്ര വിഡ്ത്, ഇത്ര ഹൈറ്റ്, ഫാരൻഹീറ്റ് എന്നൊക്കെ അങ്ങനെയൊന്നും അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. സോള് അതൊരു കോൺസെപ്റ്റ് ആണ്, ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ റിലീജിയസ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഉള്ളതാണ്. പക്ഷെ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് ഈ ഡെഫിനിഷൻ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇത് നമ്മൾ തള്ളിക്കളഞ്ഞു. അപ്പൊ ഒന്നാം ഘട്ടം എന്തായിരുന്നു? സ്റ്റഡി അബൌട്ട് സോള്. അത് ഫിലോസഫിയുടെ ഭാഗമായിരുന്നു. സയന്റിഫിക് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് ഈ ഡെഫിനിഷൻ നമ്മൾ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. പുതിയ ഡെഫിനിഷൻ വന്നു. രണ്ടാം സ്റ്റേജ് സൈക്കോളജിയുടെ രണ്ടാം ഘട്ടം. ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം സയൻസ് ഓഫ് മൈൻഡ്. മനസ്സിനെ കുറിച്ച് പഠിക്കുക. സൈക്കോളജി എന്താണ്? സയൻസ് ഓഫ് മൈൻഡ്, മനുഷ്യ മനസ്സുകളെ കുറിച്ച് പഠിക്കലാണ്. അതായത് മനുഷ്യന്റെ മനസ്സിൽ നടക്കുന്ന മെന്റൽ പ്രോസസ്സുകൾ, ചിന്തകൾ, ആലോചനകൾ, വ്യവഹാരങ്ങൾ, ഈ ഇമോഷൻസ്, ഫീലിങ്സ്, ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചാൽ മതി. അപ്പൊ എന്തായി? പുറത്തു കാണുന്ന നമ്മുടെ ആ കാട്ടിക്കൂട്ടുകളുടെ ബിഹേവിയർ അത് അവർ ഇഗ്നോർ ചെയ്തു. ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇന്റേണൽ പ്രോസസ്സിലേക്കാണ് ഇവർ ഫോക്കസ് ചെയ്തത്. അത് തിട്ടപ്പെടുത്താനും അളക്കാനൊക്കെ പറ്റും. കൃത്യമായിട്ടല്ലെങ്കിൽ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റും, സയന്റിഫിക്കലി പഠിക്കാൻ പറ്റും. പക്ഷേ അതിൽ ഒറ്റക്കണ്ണായി. എന്തായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ബിഹേവിയറിനെ ഇവർ ഇഗ്നോർ ചെയ്തു. അതുകൊണ്ട് ഈ ഡെഫിനിഷനും പൂർണ്ണമല്ല എന്നാണ് ഇതും തള്ളിക്കളഞ്ഞത്.
ഒന്ന് സോളിനെ കുറിച്ച് പഠിക്കല്, അത് സയന്റിഫിക്കലി നമുക്ക് എംപരിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ഒഴിവാക്കി. രണ്ട്, മൈൻഡിനെ കുറിച്ച് പഠിക്കൽ, മെന്റൽ പ്രോസസ്സുകളെ കുറിച്ച് പഠിക്കൽ, ഇന്റേണൽ പ്രോസസ്സുകൾ മനസ്സിലാക്കുക എന്നുള്ളത് അത് നമ്മൾ സ്വീകരിച്ചു. പക്ഷെ അവിടെ ഒരു പ്രശ്നം വന്നു വെച്ചാൽ നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബിഹേവിയറുകൾ, നമ്മുടെ ആക്ടിവിറ്റീസ്, പെരുമാറ്റങ്ങൾ ഇതൊന്നും പഠിക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല എന്നുകൊണ്ട് ഈ ഡെഫിനിഷനും ഇൻകംപ്ലീറ്റ് ആണ് അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞാൽ ഇതും തള്ളി. രണ്ടാം ഘട്ടം. അപ്പൊ സ്റ്റഡി അബൌട്ട് സോള്, സ്റ്റഡി ഓഫ് മൈൻഡ്. പിന്നെ നമ്മൾ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കണം. സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് ഓഫ് കോൺഷ്യസ്നസ്. ബോധത്തെ കുറിച്ച് പഠിക്കണം. ബോധമണ്ഡലം, ഉപബോധമണ്ഡലം, അങ്ങനെ സാധനങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാനുണ്ട്, സൈക്കോളജിയിൽ പഠിക്കും. ഏതായാലും കോൺഷ്യസ്നസ്, ശരിക്കും ഉണർന്നിരിക്കുന്ന ഒരു അവസ്ഥ, കോൺഷ്യസ്നെസ്സിനെ കുറിച്ച്. അപ്പൊ ആത്മാവിനെ കുറിച്ചോ മനസ്സിനെ കുറിച്ചോ അല്ല, മറിച്ച് നമ്മുടെ ബോധം കൃത്യമായ ഉണർന്നിരിക്കുന്ന ഈ അവസ്ഥയെ കുറിച്ച് പഠിക്കലാണ് എന്നാണ് മൂന്നാമത്തെ. ഓക്കെ, അപ്പൊ നമ്മുടെ അനുഭവങ്ങള്, നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങള്, നമുക്ക് ചിന്തിച്ച് കണ്ടെത്താൻ പറ്റുന്നത്, ആലോചിച്ച് കണ്ടെത്താൻ പറ്റുന്നത്, ഇതിനെ കുറിച്ച് പഠിക്കലാണ് സൈക്കോളജി എന്ന് പറഞ്ഞത്. പക്ഷെ ഇതെന്താണ് പ്രശ്നമാണ്? എന്റെ ചിന്ത എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ ചിന്ത എന്താ എനിക്കറിയില്ല. ഓരോരുത്തരും ഓരോ തരത്തിലുള്ള ബോധങ്ങളായിരിക്കും ഉണ്ടാകുക. അപ്പൊ അത് സബ്ജക്റ്റീവാണ്. മാത്രമല്ല, കോൺഷ്യസിനെ കുറിച്ച് പഠിക്കുക അറിയുമ്പോൾ അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട നമ്മളിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്ന അൺകോൺഷ്യസ് എന്ന സാധനമാണ്. അതിനെ ഇഗ്നോർ ചെയ്യും. അപ്പൊ ഇതും കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ സൈക്കോളജിയിൽ പിന്നെ പഠിക്കും, ഫ്രൂയിഡിന്റെ തിയറിക്ക് പഠിക്കുമ്പോൾ പഠിക്കും കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. നമ്മുടെ മനസ്സിലെ 80% അല്ലെങ്കിൽ 90% അൺകോൺഷ്യസ് ആണ്. അതിന്റെ ഇടയിൽ 10% സബ് കോൺഷ്യസ് ഉള്ളൂ. അതിന്റെ മുകളിൽ കിടക്കുന്ന 10% 5% വളരെ ചുരുങ്ങിയ ഭാഗ്യ കോൺഷ്യസ് ഉള്ളൂ. നമ്മൾ പഠിക്കും. വലിയൊരു ഐസ് പാത്രത്തിലിട്ട് കഴിഞ്ഞാൽ കുറഞ്ഞ ഭാഗ്യം മേലെ കാണുള്ളൂ, ബാക്കിയൊക്കെ വെള്ളത്തിനടിയിലായിരിക്കും. ഇതുപോലെ മുകളിൽ കാണുന്ന ഈ സാധനം കോൺഷ്യസ് ഉള്ളൂ, ബാക്കി ആ വെള്ളത്തിലൂടെ പുറത്തിങ്ങനെ കാണുന്നത് സബ് കോൺഷ്യസ്, അടിയിൽ ആഴ്ന്നു കിടക്കുന്ന അൺകോൺഷ്യസ്. നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോ കോൺഷ്യസിനെ കുറിച്ച് പഠിക്കലാണ് സൈക്കോളജി എന്നതാണ് മൂന്നാം ഘട്ടം. പക്ഷെ ഇതും സ്വീകരിക്കാൻ പറ്റാതെ. കാരണം എന്താണ്? നമ്മുടെ മെന്റൽ പ്രോസസ്സിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കിടക്കുന്ന ഉള്ളിൽ കിടക്കുന്ന അൺകോൺഷ്യസ് ആയ, നമ്മൾ അറിയാതെ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അവഗണിക്കപ്പെട്ടു എന്നതുകൊണ്ട് ഈ ഡെഫിനിഷൻ തള്ളിക്കളഞ്ഞു. അപ്പൊ എന്തായി? സൈക്കോളജി സോളിനെ കുറിച്ച് പഠിക്കലാന്ന് പറഞ്ഞു, മൈൻഡിനെ കുറിച്ച് പഠിക്കലാന്ന് പറഞ്ഞു, പിന്നെന്ത് പറഞ്ഞു? കോൺഷ്യസിനെ കുറിച്ച് പഠിക്കലായിരുന്നു. ഇതൊന്നും ശരിയല്ല. പിന്നെ നാലാം ഘട്ടത്തിലേക്ക് ഡെഫിനിഷൻ. സൈക്കോളജി ഇങ്ങനെ പുരോഗമിച്ച് വരികയാണ്. ഘട്ടങ്ങൾ കഴിഞ്ഞ് 19ാം നൂറ്റാണ്ട് ഉണ്ടാകുന്ന സമയത്ത് 19ാം നൂറ്റാണ്ടിലാണ് സൈക്കോളജി സ്റ്റഡി അബൌട്ട് ബിഹേവിയർ, പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കുന്നത്. നമ്മൾ ഡെഫിനിഷൻ പറയുന്നത് സ്റ്റഡി അബൌട്ട് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എന്നാണ് ഡെഫിനിഷൻ പഠിച്ചിരുന്നു അല്ലെ. ബിഹേവിയറിനെ കുറിച്ച് പഠിക്കലാണ് സൈക്കോളജി എന്നൊരു ഘട്ടത്തിലേക്ക്. ഈ ഒരു ഡെഫിനിഷൻ, ഈ ഒരു സാധനം ബിഹേവിയറിനെ കുറിച്ച് പഠിക്കലാണ് പ്യൂർ സൈക്കോളജി എന്നത് ആരാ പറയുന്നത്? ജെ.ബി. വാട്സൺ, ജോൺ ബി വാട്സൺ, അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയ ജെ.ബി. അതുകൊണ്ട് തന്നെ ബിഹേവിയറിസത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടും. ഈ പോയിന്റ് പഠിച്ചിരിക്കണം, നെറ്റിലൊക്കെ ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ PG എത്തുമ്പോൾ പറയുന്നത്. ബിഹേവിയറിസം എന്ന സൈക്കോളജിയിൽ ഒരു വലിയൊരു തത്വം വരാനുണ്ട്. അതിന്റെ പിതാവ്, ഫാദർ ഓഫ് ബിഹേവിയർ സൈക്കോളജിയാണ് ജെ.ബി. വാട്സൺ. ഇദ്ദേഹമാണ് സൈക്കോളജി എന്ന് പറഞ്ഞാല് മൈൻഡിനെ കുറിച്ചോ സോളിനെ കുറിച്ചോ കോൺഷ്യസോ അൺകോൺഷ്യസ് അല്ല, മറിച്ച് ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. അഥവാ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നതും അനുഭവിക്കാൻ പറ്റുന്നതും ഉപയോഗിക്കാനുള്ളതും റിസൾട്ട് ഉണ്ടാവുന്നതും അളന്നു തിട്ടപ്പെടുത്താൻ പറ്റുന്നതുമായ പ്രവർത്തനങ്ങൾ, വാക്കുകളാട്ടെ പ്രവർത്തനങ്ങളാട്ടെ ചാകട്ടിക്കൂട്ടൽ. ഇതിന് ഇവിടെ ഒബ്സർവബിൾ ആക്ഷൻ ആണ്. അപ്പൊ ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അയാൾ നിരീക്ഷിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ സൈക്കോളജി കുറെ മെത്തേഡുകൾ ഉപയോഗിക്കും. ബിഹേവിയർ സയൻസ് ഒക്കെ പഠിക്കാനാണ്. അപ്പോ ഈ ഒരു ഡെഫിനിഷൻ വന്നപ്പോ ഇവിടെ എന്ത് ചെയ്തു? നമ്മള് മെന്റൽ പ്രോസസ്സുകളും അത് കൂടി ഉൾപ്പെടുത്തി. അപ്പോ ബിഹേവിയർ പ്ലസ് മെന്റൽ പ്രോസസ്സ്, ഇത് രണ്ടും ഉൾപ്പെടുന്നതാണ് സൈക്കോളജി എന്നൊരു ഡെഫിനിഷനിലേക്ക് എത്തി. അതാണ് നാലാം ഘട്ടം. അങ്ങനെ സൈക്കോളജി അങ്ങനെ 4 ഘട്ടങ്ങൾ കഴിഞ്ഞ് അതിന്റെ ഒറിജിനൽ വന്നു നോക്കുക. ഫിലോസഫിയുടെ ഭാഗമായിരുന്നു സോളാണ് എന്ന് പറഞ്ഞൊരു ഘട്ടം, അതല്ല മൈൻഡ് ആണെന്ന് പറഞ്ഞൊരു ഘട്ടം, അതല്ല കോൺഷ്യസ് ആണെന്ന് പറഞ്ഞൊരു ഘട്ടം, അതല്ല ബിഹേവിയർ ആണെന്ന് പറഞ്ഞൊരു ഘട്ടം, ബിഹേവിയർ എന്ന് പറയുമ്പോൾ മെന്റൽ പ്രോസസ് ഉൾപ്പെടെയുള്ളതാണെന്ന് പറഞ്ഞ ഘട്ടം. ഇന്നിപ്പോ സൈക്കോളജി എന്ന് പറഞ്ഞാല് സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. ജെ.ബി. വാട്സൺ കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് ഇന്ന് സ്വീകാര്യമായിട്ടുള്ളത്. സയൻസ് സൈക്കോളജി എന്ന് പറഞ്ഞാല് ശാസ്ത്രീയമായ വളരെ സിസ്റ്റമാറ്റിക് ആയ പഠനമാണ് ആരുടെ ബിഹേവിയറിനെ കുറിച്ചും മെന്റൽ പ്രോസസ്സിനെ കുറിച്ചും. അത് മനുഷ്യന്മാർ മാത്രമാണോ? ഇതായിരുന്നു, പക്ഷെ ഇപ്പം അതും അല്ലാത്ത വരുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഹ്യൂമൻ ആൻഡ് അനിമൽ. മനുഷ്യനെ കുറിച്ചും പഠിക്കും, മനുഷ്യരില്ലാത്ത മൃഗങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കും. ബിഹേവിയർ സയൻസ് പഠിക്കുമ്പോൾ ഇവരൊക്കെ സ്കിന്നറുടെ
തോണ്ടേക്കിനെ കുറിച്ച്, ജെൽ തോണ്ടേക്കിന്റെ അദ്ദേഹത്തിന്റെ പട്ടിയും മറ്റേ പൂച്ചയും പിന്നെ എലിയും ചിമ്പാൻസിയും ഇവരൊക്കെ റിസർച്ച് നടത്തിയിട്ടൊക്കെയാണ് പഠനങ്ങളെ കുറിച്ചും അതുപോലെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ പറയുന്നത്. അതായത് ഹ്യൂമൻ ബിഹേവിയറും അനിമൽ ബിഹേവിയറും ഇതെല്ലാം പഠിക്കുന്നുണ്ട് ഇന്നത്തെ ഡെഫിനിഷൻസ് സൈക്കോളജി. അങ്ങനെ വരുമ്പോൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്, ഒരാൾ പെരുമാറണമെങ്കിൽ, ഒരാൾ ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കണമെങ്കിൽ, പെരുമാറണമെങ്കിൽ അതിന് അദ്ദേഹത്തെ സ്വാധീനിക്കുന്ന ഇന്റേണൽ പ്രോസസ് ഉണ്ടാകും, അതുപോലെ എക്സ്റ്റേണൽ പ്രോസസ് ഉണ്ടാകും. സാഹചര്യങ്ങൾ എന്നുള്ളത്, എൻവയോൺമെന്റ് എന്നുള്ളത്, സിറ്റുവേഷൻ എന്നുള്ളത് എക്സ്റ്റേണൽ ആണ്. അതേസമയം അദ്ദേഹത്തിന്റെ ചിന്തകൾ, ഫീലിങ്സ്, തോട്ട്സ് ഉള്ളത് ഇന്റേണൽ. ഇത് രണ്ടും പെടും. അപ്പൊ ഇന്ന് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കലാണ്. മെന്റൽ പ്രോസസ് എന്ന് പറയുമ്പോൾ ഇന്റേണൽ ആകാം, എക്സ്റ്റേണൽ ആകാം. അതോടുകൂടി നമ്മുടെ ചുറ്റുപാട് ഇത് എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു, നമ്മൾ എങ്ങനെ ചുറ്റുപാടിനെ സ്വാധീനിക്കുന്നു, ഇത് രണ്ടും നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, പേഴ്സണാലിറ്റി എങ്ങനെ ചേഞ്ച് ഉണ്ടാക്കുന്നു, ഇങ്ങനെ വിശദമായ ഒരു പഠനമാണ് ഇന്ന് സൈക്കോളജി എന്ന് പറഞ്ഞാൽ. സൈക്കോളജി ചെറുതായിട്ട് തുടങ്ങി വലിയൊരു സയൻസ് ആയിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ സയൻസ് ആണെന്ന് പറയുന്നു, അതേസമയം ആർട്സ് ആണ്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലായോ? ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ക്ലാരിഫിക്കേഷൻ ഉണ്ടോ, ആവശ്യമുണ്ടോ? ഞാൻ ഈ കാണിക്കുന്നത് നമ്മുടെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട പോയിന്റുകളുടെ PPT ആണ്. ഇതേ സാധനം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സിംപ്ലിഫൈഡ് നോട്ടായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത്. അത് പഠിച്ചാലാണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. മെറ്റീരിയൽ വായിച്ചാൽ നിങ്ങൾക്ക്, ഞാൻ അങ്ങനെ പറയുന്നില്ല, ഭൂരിഭാഗം കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും, കാരണം കുറച്ച് ടഫാണ്. ഇംഗ്ലീഷ് ഇഗ്നോയുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ ലെവൽ ടീം എഴുതിയത് കൊണ്ട് വായിച്ചു മനസ്സിലാക്കൽ കുറച്ച് പ്രയാസമായിരിക്കും. അത് വായിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഇല്ലെങ്കിൽ നമ്മൾ തരുന്ന സിംപ്ലിഫൈഡ് നോട്ട്, അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ വെച്ചിട്ടുള്ള സിംപ്ലിഫൈഡ് നോട്ട് തരും. അത് 1-2 പ്രാവശ്യം വായിക്കുകയും നമ്മുടെ ക്ലാസ് കേൾക്കുകയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പരീക്ഷ പാസ്സാനുള്ള ഒരു ഐഡിയ. പരീക്ഷ പാസ്സാണെങ്കിൽ പരീക്ഷാ സമയത്ത് അതിനുള്ള കുറച്ച് ടെക്നിക്കലും ടൂളുകളും നിങ്ങൾ പഠിക്കാനുണ്ട്, പഠിക്കും. അതായത് കഴിഞ്ഞ 1-2-3 വർഷത്തെ ചോദ്യങ്ങൾ നോക്കിയിട്ട് അതിന്റെ ഉത്തരങ്ങൾ എങ്ങനെ എഴുതണമെന്നുള്ളത് പ്രാക്ടീസ് ചെയ്ത് പോയിന്റുകൾ പഠിച്ച് ഇങ്ങനത്തെ ക്ലാസ്സുകൾ കേട്ട് ഡീറ്റെയിൽ ആയി വായിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് പാസ്സാകും. ഇല്ലെങ്കിൽ തട്ടിപ്പൊട്ടികൾ കയറും. ഇഗ്നോ ആയതുകൊണ്ട് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ കേരള യൂണിവേഴ്സിറ്റിയിലോ കിട്ടുന്ന ഒരു തട്ടിക്കുട്ടി മാർക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. എന്നാൽ അതേസമയം പഠിച്ചു കഴിഞ്ഞാലോ മാർക്ക് കിട്ടുകയും ചെയ്യും. അവര് സാന്ദർഭികമായിട്ട് പറയാണ്, ഈ മെറ്റീരിയൽ നിങ്ങൾ ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നോട്ട്സ്, കൃത്യമായ നോട്ട്സ്, ഓരോ സബ്ജക്റ്റും നമ്മൾ സിംപ്ലിഫൈഡ് ആയ 5-6 പേജുള്ള, ഇപ്പൊ എനിക്ക് ഇതിന്റെ ഓർമ്മ ശരിയാണ്, യൂണിറ്റ് 12 പേജ്, ഇതിന് നമ്മൾ 5 പേജിലേക്ക് ചുരുക്കിയിട്ട് ആ നോട്ട്സ് 2-3 പ്രാവശ്യം വായിച്ച് ക്ലാസ് കേട്ടാൽ നിങ്ങൾ സക്സസ്, ഒരു പേടിയും പേടിക്കേണ്ട, നിങ്ങൾക്ക് പാസ്സാക്കാൻ പറ്റും. PPT പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടാവും. ഇത് വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കേട്ട് പഠിക്കാൻ പറ്റും. ഏതായാലും സൈക്കോളജിയുടെ ഡെവലപ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. എവിടെ നിന്ന് വന്നു? അത് ആത്മാവിനെ കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു എന്ത്? മൈൻഡിനെ കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു? കോൺഷ്യസിനെ കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു? അതൊന്നുമല്ല, പുറത്തു കാണുന്ന ബിഹേവിയർ ആണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ബിഹേവിയർ പ്ലസ് ഇന്റേണൽ പ്രോസസ്. ഇത് രണ്ടും മൊത്തത്തിൽ ഓവറാൾ മനുഷ്യനെ കുറിച്ച് പഠിക്കലാണ്. അതിൽ ഹ്യൂമനും എനിമലും പെടുന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ സൈക്കോളജി ഒരു സയൻസ് ആയിട്ട് എങ്ങനെ ഗണിക്കുന്നു? 19-ാം നൂറ്റാണ്ടിൽ നമ്മൾ പറഞ്ഞു, ആദ്യം ഇതൊക്കെ ഒരു ഗ്രീക്ക് ഫിലോസഫേഴ്സ്, അരിസ്റ്റോട്ടൽ, സോക്രട്ടീസ്, ഇവരൊക്കെയാണ് ഇതിന്റെ അച്ഛന്മാരും അല്ലെങ്കിൽ ഇവരൊക്കെ ഫാദേഴ്സ് ആയിട്ട് നമ്മൾ ഗണിക്കുന്നത്. ഇവരൊക്കെ ഫിലോസഫിയുടെ ആൾക്കാരാണ്, ഫിലോസഫിയുടെ ഭാഗമായിരുന്നു. പക്ഷെ വില്യം വൂണ്ട്, ആരാള്? ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആയ വില്യം വൂണ്ടി എന്ന് പറയുന്ന ആ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്, ഭയങ്കര പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, അതോടുകൂടെ സൈക്കോളജിസ്റ്റാണ്. അപ്പൊ 19-ാം നൂറ്റാണ്ടിൽ വരെ, 18-ാം നൂറ്റാണ്ട് അവസാനം 19-ാം തുടക്കത്തിലുമാണ് സൈക്കോളജി ഡെവലപ്പ് ചെയ്യുന്നത്, സൈക്കോളജി സയൻസ് ആയി ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ 19-ാം നൂറ്റാണ്ടിൽ വില്യം വൂണ്ടി എന്ന് പറയുന്ന ആള്, അതായത് 1879 1919 തുടക്കം, അതായത് 18-ന്റെ അവസാന ഘട്ടങ്ങൾ. വില്യം വൂണ്ട് എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഈ ഫിലോസഫിയിൽ നിന്നും ഇതിനെ മാറ്റിയിട്ട് ഇതൊരു സെപ്പറേറ്റ് സയൻസ് ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്തു. അതായത് അദ്ദേഹം ജർമ്മനിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ലാബൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ ലാബിലൂടെ കുറെ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തിയിട്ട് പുതിയ പുതിയ തിയറികളൊക്കെ കൊണ്ടുവന്നു. അതുകൊണ്ട് ഒരു എക്സ്പെരിമെന്റലി സയൻസ് സൈക്കോളജിയെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇദ്ദേഹം ആയതുകൊണ്ട് നമ്മൾ എന്താ പറയും, മോഡേൺ സൈക്കോളജിയുടെ പിതാവ് ഇദ്ദേഹം എന്ന് പറയും. അപ്പോ ഹു ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി? വില്യം വൂണ്ട്. 1879 1857 ഇന്ത്യയിലെ വിപ്ലവം നടക്കുന്നത്. അത് കഴിഞ്ഞ ഒരു 10-20 വർഷക്കാവുന്ന സമയത്താണ് വില്യം വൂണ്ട് ഒരു പ്രത്യേക ലാബൊക്കെ ഉണ്ടാക്കി അതിലെ റിസർച്ചുകളൊക്കെ നടത്തിയിട്ട് ഒരു നമ്മളെ കെമിസ്ട്രി ഒക്കെ നടത്തുന്ന പോലെ, അല്ലെങ്കിൽ ഫിസിക്സ് ഒക്കെ നടത്തുന്ന പോലെ, ബയോളജിയിലൊക്കെ ചെയ്യുന്ന പോലെ സൈക്കോളജിയിലെ കുറെ എക്സ്പെരിമെന്റുകളൊക്കെ നടത്തിയിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഹി ഈസ് കൺസിഡർഡ് ദ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി.
അപ്പോ ഇങ്ങനെ വന്ന് 1879 ഇതൊരു സയൻസ് ആയിട്ട് ഒരു പരിണാമം സിദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ മറക്കരുത്, JB വാട്സൺ നമ്മൾ പഠിച്ചു, ബിഹേവിയറിനെ കുറിച്ച് പഠിക്കലാണ് സൈക്കോളജി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തെ ബിഹേവിയറൽ സൈക്കോളജിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വില്യം വൂണ്ട് എന്ന് പറയുന്ന അദ്ദേഹമാണ് സൈക്കോളജിക്ക് വേണ്ടിയിട്ട് ഒരു റിസർച്ച് സെന്ററും അല്ലെങ്കിൽ ഒരു ലാബൊക്കെ വെച്ചിട്ട് വലിയ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയത്. അതുകൊണ്ട് മോഡേൺ സൈക്കോളജിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്നാൽ സൈക്കോളജിയുടെ പിതാവ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. കാരണം അദ്ദേഹമാണ് കുറെ കോൺസെപ്റ്റുകളുണ്ട്, നിങ്ങൾ PGക്ക് ഡീറ്റെയിൽ ആയി പഠിക്കും. അത് ഭയങ്കര സംഭവമാണ്. അപ്പൊ വില്യം വൂണ്ട് ആണ് മോഡേൺ സൈക്കോളജി. ചുരുക്കി പറഞ്ഞ സൈക്കോളജി എന്ന് പറഞ്ഞാല് റോബർട്ട് വുഡ്വർത്ത് എന്ന ആള് സൈക്കോളജി ഇങ്ങനെ പറയുന്നത്, ഫസ്റ്റ് സൈക്കോളജി ലോസ്റ്റ് ഇറ്റ്സ് സോൾ, ആദ്യം അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. then it lost its mind, പിന്നെ അതിന്റെ മനസ്സും പോയി. then it lost its conscious, പിന്നെ ബോധവും പോയി. ആത്മാവില്ലാത്ത, മനസ്സില്ലാത്ത, ബോധമില്ലാത്ത എങ്കിലും സ്റ്റിൽ ഹാസ് ബിഹേവിയർ, പെരുമാറ്റങ്ങളുണ്ട്. അതായത് ആത്മാവിനെ കുറിച്ച് പഠിക്കലാണ്, മനസ്സിനെ കുറിച്ച് പഠിക്കലാണ്, ബോധത്തെ കുറിച്ച് പഠിക്കലാണ്. അതൊന്നും അല്ലാതെ പെരുമാറ്റം. Today we generally define psychology as the scientific study of behavior and mental process. നല്ല ഓർത്തു വെക്കാൻ പറ്റുന്ന സാധനം. ഇന്ന് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കേണ്ടതാണ്? സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്, മാനസിക വ്യവഹാരങ്ങളും പെരുമാറ്റവും ഇതിനെക്കുറിച്ച് സയന്റിഫിക്കായി പഠിക്കലാണ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിന്റെ ഒറിജിനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യൂണിറ്റിന്റെ പേര് ഒറിജിൻ ഓഫ് സൈക്കോളജിയാണ്. ഈ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നത് എന്താ? ഈ ബിഹേവിയർ എന്തായിരിക്കും? ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പറയാം എന്താണ് ബിഹേവിയർ? നിങ്ങൾ മനസ്സിലാക്കിയ എന്താണ്? പറഞ്ഞു. ഒരു മനുഷ്യന്റെ പെരുമാറ്റങ്ങളല്ലേ? പെരുമാറ്റം എന്ന് പറഞ്ഞാല് അതിലെന്തെല്ലാം പെടും? സ്വഭാവം പെടും അല്ലെ? പറഞ്ഞോളൂ. ശീലങ്ങൾ പെടും. ഓക്കെ. ഇപ്പൊ ഈ ക്ലാസ്സിൽ ഞാൻ കാണുന്ന ഒരു 7-8 ആൾക്കാരുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരാൾ മറുപടി പറയുന്നുണ്ട് അല്ലെ? അത് അദ്ദേഹത്തിന്റെ പെരുമാറ്റമാണ്. അതായത് അറിയുന്ന കാര്യങ്ങൾ പറയാനുള്ള ഒരു ധൈര്യവും പറയാനുള്ള ഒരു മനസ്സും. മറ്റുള്ളവർക്ക് അറിയും, പക്ഷെ ഞാൻ പറഞ്ഞപ്പോ എന്താ ഒരു മനസ്സിലാക്കുക എന്നൊരു ചിന്തൽപ്പ് ഉണ്ടാവും അല്ലെ? AV സെന്റർ എന്ന് വിചാരിക്കും, അവനെന്ത് വിചാരിക്കും, അവളെന്ത് വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ പിന്നാക്കം വെക്കും, മറ്റവരെ മുന്നോട്ട് വരികയും ചെയ്യും. അപ്പൊ ഒന്നാണ് ഇങ്ങോട്ട് പോകുന്ന ഇൻട്രോവേർട്ട്, മറ്റു എക്സ്ട്രോവേർട്ട്. അവസരങ്ങൾ കിട്ടുമ്പോൾ സംസാരിക്കുകയും ഇടപഴകുകയും ആയിരിക്കുന്നത്. ഇപ്പോ ഒരാളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ ചിലർക്ക് മടിയാണ്, അസ്സലാമു അലൈക്കും എന്ന് പറയാൻ മടിയാണ്, ഹൗ ആർ യു എന്ന് പറയാൻ മടിയാണ്. കാരണം എന്താ, അവനെല്ലാം അങ്ങനെ കാണാതെ ഇൻട്രോവേർട്ട്. മറ്റേ എവിടെയും കൂടി ചാടിക്കുന്ന അത് എക്സ്ട്രോവേർട്ട് അല്ലേ? അപ്പൊ വിസിബിൾ ആയി കാണുന്ന സാധനങ്ങൾ, വിസിബിൾ ആയി കാണുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, വാക്കുകളാകാം, കാട്ടിക്കൂട്ടലുകളാകാം, ഇടപാടുകളാകാം, ഇടപഴകലുകളാകാം, പുറത്തേക്ക് കാണുകയും നിരീക്ഷിക്കുകയും എന്നാൽ മറ്റുള്ളവരെ സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇതൊക്കെ ബിഹേവിയർ. ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് സൈക്കോളജി. ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ഒരു ക്ലാസ് ഫിസിക്കൽ ക്ലാസ് ആണെന്ന് വിചാരിക്കുക. 40 കുട്ടികൾ എടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കണം. ഒരു കുട്ടി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പൊ ആ ക്ലാസ് എടുക്കുന്ന ആൾക്ക് മനസ്സിലാക്കുക എന്ത്, ഇവ ഏതോ ഒരു ലോകത്താണ്. അത് മനസ്സിലാക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അയാളെ കുറിച്ച് കുട്ടിക്ക് എന്ത് മനസ്സിലാക്കാം? ഇയാളേതോ ഒരു അന്തംഗമ്യാണ് അല്ലേ? അപ്പൊ അവന്റെ ബിഹേവിയർ ആണ്. ചില കുട്ടികളുടെ അങ്ങോട്ട് തോണ്ടിയിട്ട് ഇങ്ങോട്ട് തോണ്ടിയിട്ട് ഒതുങ്ങി നിൽക്കാൻ അവർക്ക് കഴിയില്ല. ചില കുട്ടികൾ അങ്ങനെയല്ലേ, അവർ ഭയങ്കര പൊട്ടിത്തെറിയാണ്. തപ്പിൽ എലിയാടി അവർ കടക്കട ഭയങ്കര ശല്യം. ചിലവരോ എവിടെ കൊണ്ടിട്ട് അതേമാതിരി തേങ്ങട്ട വരി അവിടെ പിന്നെ അളകില്ല, അവിടെ കിടക്കണം. അപ്പൊ ചില ആൾക്കാർ ഒതുങ്ങിയിട്ടാണ്, ചിലവർ ഭയങ്കര പൊട്ടിത്തെറിച്ചിട്ടാണ്, ചിലവർ ചെറിയൊരു വിഷയം വരുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും. ചിലവർ ഇങ്ങനെ അറിയാൻ നമുക്കാണ്. ഇതൊക്കെ ബിഹേവിയറിന്റെ ഭാഗമാണ്. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ ആക്ഷൻ. നിരീക്ഷിക്കാനും അളന്നു തിട്ടപ്പെടുത്താനും പറ്റുന്നത്. അളന്നു തിട്ടപ്പെടുത്തുക പറഞ്ഞാൽ ചൂടാവുമ്പോൾ നമുക്ക് അളന്നൂടെ? വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? അതേപോലെ മനുഷ്യന്റെ ചൂട് അളക്കാൻ പറ്റും, മനുഷ്യന്റെ ബുദ്ധി അളക്കാൻ പറ്റും, മനുഷ്യന്റെ മോട്ടിവേഷൻ അളക്കാൻ പറ്റും, ഇൻട്രസ്റ്റ് അളക്കാൻ പറ്റും. ഇങ്ങനെ പലതും അളന്നെടുക്കാൻ പറ്റും. ഇതിനൊക്കെ ശാസ്ത്രീയമായ ടൂളുകളുണ്ട്. PG ലെവലിൽ എത്തുന്ന സമയത്ത് ആ വിഷയങ്ങളൊക്കെ പഠിക്കാം. ഏതായാലും ഒബ്സർവബിൾ ആയ മെഷറബിൾ ആയ ആക്ഷൻ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ബിഹേവിയർ എന്ന് പറയും. ഇത് ഒവേർട്ട് ഉണ്ടാകാം, കവേർട്ട് ഉണ്ടാകാം. എന്തൊക്കെ? ഒവേർട്ട് ആൻഡ് കവേർട്ട്. ഒവേർട്ട് എന്ന് പറഞ്ഞാൽ വിസിബിൾ ആക്ഷൻസ്. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കണ്ടില്ലേ, കയ്യും കാലൊക്കെ കാട്ടിയിട്ട് ഒച്ചയും പുളിയൊക്കെ ഉണ്ടാക്കുന്നത്, ഇത് ഒവേർട്ടാണ്.
എന്നാൽ അതേസമയം ക്ലാസ് റൂമിന്റെ ഉള്ളിൽ ചെറിയ മിസ്റ്റേക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് കുട്ടികളെ ചോദ്യങ്ങൾ ചോദിച്ചാൽ പടക്കലൊക്കെ ഉണ്ടാവില്ലേ, കവേർട്ട് ബിഹേവിയർ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്നത്. നിങ്ങൾ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു പ്രസംഗ മത്സരമുണ്ട്, അല്ലെങ്കിൽ പാട്ട് മത്സരമുണ്ട്, പെർഫോം ചെയ്യാൻ വേണ്ടി നിൽക്കുക. പേര് വിളിക്കുമ്പോഴേക്ക് റബ്ബി ആലോചിച്ചുകൂടെ നമുക്കില്ലേ, വരാൻ കഴിയില്ല, എണീറ്റാണ് പൊന്തൂല, ഇനി വന്നാൽ തന്നെ കാലെടുത്ത് വെക്കാൻ കഴിയില്ല, സ്റ്റേജൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആകെ എന്തൊക്കെയോ ആകും, തലയിൽ കൂടെ എന്തൊക്കെയോ വരും. ഇതൊക്കെ ഉള്ളിൽ നടക്കുന്നത്, ഇതൊക്കെ കവേർട്ട് ബിഹേവിയർ. പക്ഷെ അത് പെർഫോം ചെയ്ത് അടിപൊളിയായിട്ട് അവതരിപ്പിച്ചാൽ ഓവേർട്ട്. അപ്പൊ ഓവേർട്ട് ആൻഡ് കവേർട്ട് ഇത് രണ്ടും പെടും ബിഹേവിയർ എന്ന് പറയുമ്പോൾ. ഇത് രണ്ടും അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റും. ഓക്കെ, കവേർട്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ പെടുന്നുണ്ട്? തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ്. നിങ്ങളുടെ ഓരോ ചിന്തകളും, നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകാം, പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാകാം. ഫീലിങ്സ്, നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാകാം, പോസിറ്റീവ് ഫീലിങ്സ് ഉണ്ടാകാം. ഇമോഷൻസ് അല്ലേ? അപ്പോ ഇത് എന്താ പറയാ, ആലോചനകളും ചിന്തകളും നമ്മുടെ ഇമോഷൻ, എന്താ പറയാ, വികാരങ്ങളും, ഇതൊക്കെ ഈ സൈക്കോളജിയുടെ പഠന ഭാഗമാണ്. ഇതെല്ലാം പെടുന്നതാണ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ എന്നാണ് സയന്റിഫിക് സ്റ്റഡി ഓഫ് ഓവേർട്ട് ബിഹേവിയർ ആൻഡ് കവേർട്ട് ബിഹേവിയർ ഇൻക്ലൂഡിംഗ് തോട്ട്സ്, ഫീലിംഗ്സ്, ഇമോഷൻ. ദാറ്റ്സ് വൈ വി ആർ സെയിങ് സ്റ്റഡി അബൌട്ട് മെന്റൽ പ്രോസസ് എന്ന് പറഞ്ഞു. അപ്പോ ബിഹേവിയറിനെ കുറിച്ച് കേട്ടോ, സൈക്കോളജി എന്താന്ന് പറഞ്ഞു, ബിഹേവിയറിലേക്ക് എത്തി. അങ്ങനെയാണ് തെങ്ങിനെ കുറിച്ച് പറയും, പിന്നെ കയറിനെ കുറിച്ച് പറയും, പിന്നെ പശുവിനെ കുറിച്ച് പറയും, കാളയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ബിഹേവിയർ എന്താ. നമ്മുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. നമ്മളെ ബിഹേവിയർ, നിങ്ങളുടെ പെരുമാറ്റം, എന്റെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന എന്നിലുള്ള ചില ഘടകങ്ങളുണ്ട്, എന്റെ ചുറ്റുഭാഗത്തുള്ള ഘടകങ്ങളുണ്ട്. അപ്പൊ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഉണ്ട്, സിറ്റുവേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എന്റെ സ്വഭാവത്തെ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഒരു ഇൻഫ്ലുവൻസ്ഡ് ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. നമ്മുടെ പെരുമാറ്റങ്ങൾ മിക്കവാറും നമ്മുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും. അങ്ങനെ പറഞ്ഞാൽ എന്റെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്റെ ഹോർമോൺ വ്യവസ്ഥ, എന്റെ ബ്ലഡ്. ചില ആൾക്കാരുടെ ബ്ലഡ് ഭയങ്കര പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന, പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ആൾക്കാരുണ്ടാവും. ഹോർമോൺ ഇതുപോലെ തന്നെ നമ്മുടെ HP ആക്സിസ് എന്നൊക്കെ പറയും, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അങ്ങനെയുള്ള ആക്സിസ്, അഡ്രിനാലിൻ. ഇതൊക്കെ ചെറിയൊരു വിഷയം വരുമ്പോഴേക്ക് ആകെ പേടിച്ച് വെപ്രാളപ്പെടുന്നു. പരീക്ഷ എത്തി കഴിഞ്ഞാൽ പിന്നൊക്കെ മറന്നു പോകുന്ന ആൾക്കാരുണ്ട് അല്ലേ? അതുവരെ പഠിക്കാത്ത കാര്യങ്ങൾ കൃത്യമായി ഓർക്കാൻ കഴിയുന്നവരുണ്ട്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ബയോളജിക്കൽ സാധനങ്ങൾ, അതേസമയം സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ പറഞ്ഞ മാനസികമായി ഇത് പെടുന്നു. എൻവയോൺമെന്റൽ കൾച്ചറൽ ഇൻഫ്ലുവൻസ്, പലവരുടെയും പെരുമാറ്റത്തിൽ അവരുടെ സാഹചര്യം വലിയൊരു ഘടകമാണ്. അതുപോലെ തന്നെ കൾച്ചറൽ ഇൻഫ്ലുവൻസ്, നമ്മൾ ഏത് സമൂഹത്തിൽ വളരുന്നു, ഏത് കൾച്ചർ വളരും. ഇന്ത്യക്കാരനായതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ ഇന്ത്യൻ കൾച്ചർ കാണാം. കേരളത്തിലേക്ക് വന്ന കേരളീയ കൾച്ചർ കാണാം. മുസ്ലിം കുടുംബത്തിലാകുമ്പോൾ മുസ്ലിം കൾച്ചർ കാണാൻ സാധിക്കും. അതന്നെ ട്രൈബലിലേക്ക് പോയി അങ്ങനെ ഉണ്ടാവും. ആദിവാസികളുടെ ഇടയിൽ പോയാൽ, കടപ്പുറത്തേക്ക് ഇസ്ലാംമാർ എന്ന് പറയും അവർ. അപ്പൊ ഓരോ സംഘത്തിലും ഓരോ സമൂഹത്തിലും ഓരോ ഇതിലെത്തുമ്പോൾ അതിനനുസരിച്ചുള്ള കളർ, അതൊക്കെ നമ്മളെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റി അതിനെയും സ്വാധീനിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ പേഴ്സണാലിറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് പാസ്റ്റ് എക്സ്പീരിയൻസ്, നമ്മുടെ മുൻകാല അനുഭവം. അല്ലെ, പണ്ടൊരിക്കല് ചെറിയൊരു നായ കടിച്ചോ അല്ലെ നായ കുറച്ച് പേടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നായനൊക്കെ പേടിക്കും. കൂറെ പേടിക്കുന്നവരുണ്ട്. കൂറ ഒന്നും ചെയ്യൂല, പക്ഷെ കൂറ കണ്ടു കഴിഞ്ഞാൽ അട്ടഹസിക്ക് വെച്ചുള്ള കൂറ ഒന്നും കഴിഞ്ഞാൽ പിന്നെ ആ ബാത്റൂമിലേക്ക് പോകില്ല, അടുക്കളയ്ക്ക് പോകില്ല. അങ്ങനത്തെ ആൾക്കാർ കൂറ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ധാരണയാണ്, അത് അവരുടെ പഴയ എക്സ്പീരിയൻസ് ആണ്. അല്ലെ, പണ്ട് ഏതോ ഒരു പരീക്ഷയ്ക്ക് തോറ്റു, അതിന്റെ പേരിൽ ഇനി പരീക്ഷ ചെയ്താൽ റെഡിയല്ല. പണ്ടൊരു ബൈക്കുമെന്ന് വീണ് പല്ലോ കാലോ മുറിവായിട്ടുണ്ട്, പിന്നെ ബൈക്കുമ്പോ കയറൂല. ഇങ്ങനെ പലരും. അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറൽ ഇൻഫ്ലുവൻസ്, പിന്നെ അതുപോലെ തന്നെ മോട്ടിവേഷൻസ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ നിങ്ങൾ എല്ലാവരും പ്ലസ് ടു കഴിഞ്ഞവരാണോ, അതോ ഡിഗ്രി പണ്ട് കഴിഞ്ഞവരാരെങ്കിലും ഉണ്ടോ? അപ്പോ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഘടകം, ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ നിന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഘടകം. അപ്പൊ നമ്മുടെ മോട്ടിവേഷൻസ്, അപ്പൊ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആഗ്രഹങ്ങൾ, ചിന്തകൾ, ഇതൊക്കെ നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നുണ്ട്. കൊഗ്നിറ്റീവ് എലമെന്റ്സ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആലോചനകളും നമ്മുടെ ചിന്തകളും. കൊഗ്നിറ്റീവ് പ്രോസസ് നിങ്ങൾ PG സൈക്കോളജിയിൽ പേപ്പർ തന്നെ പഠിക്കാണ്ട് കൊഗ്നിറ്റീവ് സൈക്കോളജി, നമ്മുടെ ചിന്തകളും ആലോചനകളും മെമ്മറിയും ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളെ, ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കലാണ് സൈക്കോളജി. അങ്ങനെ പറഞ്ഞാൽ ഇതൊക്കെ സൈക്കോളജിയുടെ ഭാഗമായിരിക്കും. പിന്നെ ബിഹേവിയറിന്റെ മറ്റൊരു പ്രത്യേകത, ബിഹേവിയർ എന്ന് പറഞ്ഞ സാധനം വലിയ സംഭവം കേട്ടോ. 5 രൂപ കൊടുത്താൽ കിട്ടുന്നവരുടെ കാര്യമില്ല, ഭയങ്കര സംഭവമാണ്. PG എക്സാം ഒന്നെങ്കിൽ അസൈൻമെന്റിൽ ചോദിക്കും, അല്ലെങ്കിൽ എസ്സേക്ക് വരും. അതിന്റെ പ്രത്യേകതയാണ് അത് കോംപ്ലക്സ്, സങ്കീർണമാണ്. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും പെരുമാറ്റങ്ങള്, ഒരു വീട്ടിലെ 10 മക്കള് അല്ലെങ്കിൽ 11 മക്കള് അല്ലെങ്കിൽ ഒരു 2 മക്കള്, രണ്ട് പോലെ കാരണം ഒരു ബന്ധം ഉണ്ടാവില്ല. ഒരാൾ രാത്രി മറ്റൊരു പകൽ.
സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വർത്തമാനത്തിലും ഇമോഷൻസിലും ഒക്കെ ഉണ്ടാവില്ലേ? ഒരു ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ രണ്ട് കുട്ടികളെ ഇരട്ടകളാണ് തന്നെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട മറ്റാൾക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. ഇതേ രൂപത്തിലും അപ്പൊ നമ്മുടെ പെരുമാറ്റങ്ങൾ കോംപ്ലക്സ് ആണ്. അതായത് സിമ്പിൾ ആക്ഷൻ, റിഫ്ലക്ഷൻ, ഇതിലും വ്യത്യാസമുണ്ട്. സിമ്പിൾ ആക്ഷനിലാട്ടെ ഇതിൽ നമ്മുടെ ഇമോഷൻസ് റിഫ്ലക്സിലൊക്കെ വ്യത്യാസമുണ്ട്. ചെറിയ ഒന്ന് ഒരു പേന എടുക്കുന്നത്, പേന കൊണ്ട് വരയ്ക്കുന്നത്, ഒന്ന് നോക്കുന്നത്, ഒന്ന് നുള്ളുന്നത്, പിച്ചുന്നത്, ഇതിൽ പോലും എല്ലാവരും തുല്യരല്ല, വ്യത്യാസമുണ്ട്. ഞാൻ സ്കില്ല്, ഹാബിറ്റ്, ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്ത് വരേണ്ട കാര്യങ്ങൾ. ഇപ്പോ ഒന്നും നമ്മൾ പഠിക്കാതെ ഇങ്ങനെ നമ്മൾ ജന്മനാ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് നടത്തം, ഇരുത്തം, പിടുത്തം, ഇതൊക്കെ. ഇതിൽ നമ്മൾ വ്യത്യാസമുണ്ട്. ചിരിക്കൽ വ്യത്യാസമുണ്ട്, അല്ലെ? അടിക്കൽ വ്യത്യാസമുണ്ട്. എന്നാൽ സ്കിൽസ് പഠിച്ചെടുക്കുന്നു. സൈക്ലിംഗ് ഒരാൾക്ക് 2 ആഴ്ച കൊണ്ട് പഠിച്ചാൽ പറ്റും. 2-3 മാസങ്ങൾ പഠിച്ചാലും ശരിയല്ല, അതൊക്കെ മണിക്കൂർ കൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. ഇത് പഠിച്ച ശേഷമുള്ള അത് മറക്കുന്നോർത്ത് നീന്തല്, അതുപോലെ നമ്മുടെ ഹാബിറ്റ്, സൈക്ലിംഗ്, ഇതൊക്കെ ടൈപ്പിംഗ് സ്പീഡ്, കമ്പ്യൂട്ടേഴ്സ് നോളജ്, മാത്സ് പഠിക്കല്, ഫിസിക്സ് പഠിക്കൽ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതിൽ നമ്മൾ വ്യത്യാസമുണ്ട്. ഞാൻ കോംപ്ലക്സ് ബിഹേവിയർ പോയാൽ ഇപ്പോ ഫ്ലൈറ്റ് ഒരു പൈലറ്റ് ആയിട്ട് പഠിച്ച് അതൊരു ഫ്ലൈറ്റ് ഓടിക്കുക. ഇപ്പൊ ഈ ക്ലാസ് എടുക്കൽ തന്നെ സിസ്റ്റത്തിലേക്ക് നോക്കുന്നു, കുറെ കാര്യങ്ങൾ ആലോചിക്കുന്നു. ഇപ്പൊ ചില ആൾക്കാരുണ്ടാവും ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ കുട്ടിക്ക് പാൽ കൊടുക്കുന്നുണ്ടാവും, അടുക്കളയിൽ ഉണ്ടാവും, ഇത് പല പരിപാടി ചെയ്യണം. അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും ചിലർക്ക്. പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് അല്ലേ, അതവിടെ ഓണാക്കിയിട്ടുണ്ടാകും. അടുക്കളയിലുള്ള എല്ലാ പണിയും ഒരു മാനേജ് കോംപ്ലക്സാ. ചില ആൾക്കാർക്ക് ഒന്ന് കിടന്നാൽ പിന്നെ ഒന്നും അവർക്ക് കഴിയില്ല. ഇപ്പൊ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങള് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് പിടിച്ചിട്ട് ഇതെന്താ ശരിയാകാൻ നമുക്ക് ഭയങ്കര പിടുത്തേക്കാണ്. അത് പഠിച്ചൊരു ലൈസൻസ് ഒക്കെ കിട്ടി ഒരു 4-5 മാസങ്ങളുടെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഒരു വാരന്റ് കൊണ്ടൊക്കെ ഡ്രൈവ് ചെയ്യും, അല്ലേ? അപ്പൊ ആ സമയത്ത് ഗിയറും ആക്സിലും ക്ലച്ചും ഒക്കെ ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഒന്ന് പിടിച്ചാൽ ശരി, അത് പിടിച്ചാൽ ശരി, അങ്ങോട്ട് ശരിയല്ല. സൈക്ലിംഗ് പഠിച്ചപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് വളയും, ഇങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് വളയും. അതിന്റെ അതെ. അപ്പൊ നമ്മൾ വ്യത്യസ്തരാണ്, ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. കോംപ്ലക്സിറ്റിന്റെ നമ്മുടെ ബിഹേവിയറിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്താൽ പഠിച്ചെടുക്കേണ്ട സ്കില്ലിലാണെങ്കിലും ഇനി പഠിച്ച് കോംപ്ലക്സ് കാര്യങ്ങൾ, ഇപ്പൊ മാത്സിലെ കുറെ സാധനങ്ങൾ ഇങ്ങനെ പോയി ന്യൂട്ടന്റെ തിയറിയും അതിന്റെ ആപ്ലിക്കേഷനൊക്കെ വരുമ്പോൾ പലവർക്കും പല രീതിയിലാണ് മനസ്സിലാകുക, പലവർക്കും പല രീതിയിലാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിലൊക്കെ നമുക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അത് കോംപ്ലക്സിറ്റി ഉള്ളതാണ്. മറ്റൊന്ന് ഇൻഡിവിജ്വൽ ഡിഫറൻസ് കാണാൻ പറ്റും ബിഹേവിയറിൽ. അല്ലേ, നമ്മളെ വീട്ടിലെ മക്കള് നമ്മളെ ക്ലാസ്സിലുള്ള 40 കുട്ടികളുണ്ടെങ്കിൽ മിക്കവാറും 10-20 തരത്തിലേക്കാണ്. എഴുത്തിന്റെ വിഷയത്തില് പഠിക്കാൻ പറഞ്ഞാൽ, ക്ലാസ്സിൽ ഇരിക്കാൻ പറഞ്ഞാൽ, ഹോംവർക്ക് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞാൽ പലവരും പല മിണ്ടായിരിക്കാൻ പറഞ്ഞാൽ അപ്പത്തോട് ഒച്ചുണ്ടാക്കാൻ, എന്നാ ഒച്ചുണ്ടാക്കിക്കോടി എന്ന് പറഞ്ഞാൽ മിണ്ടായിരിക്കും ചെയ്യും. കണ്ടിട്ടില്ല ബിഹേവിയർ? ഇപ്പൊ നമ്മള് ഒരു പുസ്തകം അത് വായിക്കരുതിട്ടോ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എടുത്ത് വായിക്കും. പ്രസിദ്ധീകരണങ്ങളൊക്കെ എന്നാ അത് സിലബസിൽ ഉൾപ്പെടുത്തിയാൽ മതി, എന്നാ പിന്നെ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്വഭാവങ്ങൾ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പറഞ്ഞാൽ നോട്ട് ടു ഇൻഡിവിജ്വൽ ബിഹേവ് ദ സെയിം. രണ്ടാൾക്കാർ ഒരുപോലെ പെരുമാറില്ല. ഒരാൾ തന്നെ 2 സമയത്ത് 2 കോലത്തിൽ പെരുമാറണം. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ, ആദ്യത്തെ തർക്കം വന്നു കഴിഞ്ഞാൽ വീട്ടിലെ മക്കൾ പല രൂപത്തിലേക്കാണ്. ചില കത്തിയെടുക്കും, കൈക്കോട്ടെടുക്കും, വെടിവാളെടുത്ത് ഒരു തൊഴിൽ ഭൂമിയല്ല, അതുകൊണ്ട് കൊണ്ടേക്കോട്ടെ, അയാളെ പാടായി, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. അത് പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിന്റെ രൂപത്തിലാണ്. ഡിഫറൻസ് ഡ്യൂ ടു എക്സ്പീരിയൻസ് ആൻഡ് എബിലിറ്റി. കഴിവിന്റെ വിഷയത്തില് എക്സ്പീരിയൻസ്, ആ ഒരു 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഒരാൾക്ക് ടൈപ്പിംഗ് സ്പീഡൊക്കെ ഭയങ്കരമായിരിക്കും, കമ്പ്യൂട്ടർ നോളജ് ഒക്കെ നല്ലോണ്ടായിരിക്കും. ആ ഒരു വ്യത്യാസം. ഇനി എബിലിറ്റി, ചിലർക്ക് ന്യൂമറിക്കൽ സ്കില്ല് കൂടുതലായിരിക്കും, ചിലർക്ക് വിഷ്വലൈസേഷൻ കപ്പാസിറ്റി കൂടുതലായിരിക്കും. നല്ല വിഷ്വലൈസേഷൻ കപ്പാസിറ്റി ഉള്ള ആർക്ക് ഒരു മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫ്ലയർ ഉണ്ടാക്കും, നല്ല വീഡിയോ ഒക്കെ ഉണ്ടാക്കും. മറ്റേ എങ്ങനെ വരച്ചാലും എന്തെയ്യാനും, കാരണം അതിന് ക്രിയേറ്റിവിറ്റി കുറവായിരിക്കും. അപ്പൊ പലവർക്കും പല രീതിയാണ്. പിന്നെ റിയാക്ഷൻസ് ടു സെയിം സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പലവരും പല രീതിയിൽ പെരുമാറും. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പരീക്ഷ, +2 എക്സാം ഒക്കെ നടക്കില്ല. ഇപ്പൊ കെമിസ്ട്രിന്റെ പരീക്ഷ, ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ചിലവർ മൊത്തത്തിൽ ബൾബ് പീസായി ബ്ലാങ്ക് ആയി പോകും, ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ചിലവരെന്ത് ചെയ്യും? ആ പേപ്പർ അവിടെ എഴുതി കൊടുന്നു, ഇവിടെ എഴുതി കൊടുന്നു, കയ്യിന്റെ ഉള്ളിൽ അവിടെ നോക്കും. ചിലർ ടീച്ചറോടൊന്ന് സംശയം കഴിഞ്ഞാൽ ടീച്ചർ അങ്ങോട്ട് പോകുമ്പോൾ ചിലവർ അങ്ങോട്ടും നോക്കും, ചിലവർക്ക് പേപ്പർ മാറ്റിവെക്കും, ചിലവർ ഒന്നും എഴുതാതെ എഴുതിയിട്ടു, ചിലവർ കരയാൻ തുടങ്ങും, അല്ലെ? ചിലവർ ചപിക്കണ്ടി കാട്ടക്കാട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേര് ആരിട്ടാണ്. ചിലർ ടീച്ചറെ കുറ്റം പറയും, ചിലർ ഇതൊക്കെ സിലബസിന്റെ പുറത്താന്ന് പറയും. ചില കുട്ടികൾ എന്തൊരു ഭാഗ്യം പഠിച്ചെന്നെ വന്നിട്ടുള്ളൂ, അടിപൊളിയായിട്ട്. അപ്പൊ ഒരു വിഷയം, ഒരു സാഹചര്യം പലവരും പല രീതിയിലാണ് പെരുമാറുക. നമ്മുടെ ഒരു പാട്ടുണ്ടല്ലോ ഇപ്പടുത്ത്, ATA പൂറ്റി എന്നൊക്കെ പറഞ്ഞ സാധനം കിട്ടിയില്ലേ? അതിനോട് എന്തെല്ലാം രീതിയിൽ പ്രതികരിച്ച ഓരോരുത്തർ
ഇലക്ഷൻ വന്നപ്പോഴേക്ക് ആ പാട്ട് പല രൂപത്തിലെടുത്തു. ഇനി ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ, നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അത് കാണുമ്പോഴേക്ക് ഓടുന്നവരുണ്ട്. ഹേയ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ചിലവരോ കാണുമ്പോഴേക്ക് ഓടിച്ചെന്ന് അവരെടുക്കും. ചിലവരിങ്ങനെ നോക്കിക്കും, ആഹാ എന്താ ഇപ്പൊ നടക്കണോ, ഓ ചോര നല്ലോ ഒളിച്ചില്ലേ, ഭയങ്കര പ്രശ്നമായിട്ടോ, അങ്ങനെ പരിതപിക്കുന്നു, സിമ്പതി കാണിക്കും, അവിടെ ഇറങ്ങി വെക്കൂല. പലരും ഇങ്ങനെ വാടി വെക്കണോ, അങ്ങനെ പല കോലത്തിലാണ് നമ്മൾ പെരുമാറുക. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് അടുത്ത പോയിന്റ്. നമ്മുടെ ബിഹേവിയറിന്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഗോൾ ഓറിയന്റഡ് ആണ് നമ്മുടെ ബിഹേവിയർ. നമ്മുടെ ഓരോ കാര്യങ്ങളും എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടായിരിക്കും. ആ ലക്ഷ്യം ഒരുപക്ഷെ നല്ലതിനായിരിക്കാം, ഒരു കാര്യം ചെയ്തു തീർക്കാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊന്ന് രക്ഷപ്പെടാനായിരിക്കും. അല്ലെ, ചില കുട്ടികൾ പഠിക്കുന്നതിനാ നല്ലോണം പഠിച്ച് നല്ല മാർക്ക് റാങ്ക് വാങ്ങും. ചില കുട്ടികൾ പഠിക്കുന്നു തോൽക്കാതിരിക്കാൻ. രണ്ടുപേരും പഠിക്കുന്നുണ്ട്. ഒരാൾ തോൽക്കാതിരിക്കാനാണ് പഠിക്കുന്നത്, അടി കിട്ടാതിരിക്കാനാണ്. മറ്റാളോ നല്ല മാർക്ക് വാങ്ങി റാങ്ക് വാങ്ങാനാണ്. അപ്പൊ ചിലപ്പോ അച്ചീവ്മെന്റിനായിരിക്കാം, പലരും പ്രിവെന്റ് ചെയ്യാനായിരിക്കും. അപ്പൊ അപ്രോച്ച് ബിഹേവിയർ ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ നേടാൻ വേണ്ടി പഠിക്കും. അവോയ്ഡൻസ് ബിഹേവിയർ ഉണ്ട്. അത് ഡിസ്കംഫോർട്ട്, അടി കിട്ടും, വാപ്പാനൊന്ന് ചീത്തയൊക്കെ കിട്ടും, പിന്നെ അത് ടീച്ചർ എന്തൊക്കെയാ പറയാം, അതുകൊണ്ട് മുന്നേ ചെയ്തായിരിക്കാനും വയ്യ. അങ്ങനെ അല്ലെ പലപ്പോഴും നമ്മളെ പല പരിപാടിയിലും പോലെ എന്താണ് മൂപ്പരെന്താ വിചാരിക്കുക, സംഭാവന കൊടുക്കൽ അങ്ങനെയല്ലേ, എന്താ ചെയ്യുന്ന നേരം എത്ര ആൾക്കാരെ കടക്കട്ടിൽ 10 രൂപ കൊടുക്കൂലേ, അയാളെന്താ വിചാരിക്കരുത് കൊടുക്കും, മറ്റേടോ കൊടുക്കും. അപ്പോൾ നമ്മളെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും പലപ്പോഴും പല രീതിയിലേക്ക്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മിക്കവാറും ഗോൾ ഓറിയന്റഡ് ആണ്. ആ ഗോൾ എന്ന് പറയുമ്പോൾ അപ്രോച്ച് ബിഹേവിയർ ഉണ്ടാകാം, അവോയ്ഡൻസ് ബിഹേവിയർ ഉണ്ടായിരിക്കും. മറ്റൊരു നമ്മുടെ ബിഹേവിയർ, പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ചേഞ്ചബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം ചേഞ്ചബിലിറ്റി ഇല്ല, മറിച്ച് സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പെരുമാറ്റത്തിൽ ചേഞ്ചബിലിറ്റി, അതായത് വിരല് കടിച്ചു തുടങ്ങിയ ആൾക്കാരാണ് ചെറുപ്പത്തിലെ പാല് കുടിക്കുന്ന സമയത്ത് കൃത്യമായി പാല് കിട്ടാതെ ഉണ്ടാകുന്ന ഫ്ലൂയിഡ് വർഷം ഫിക്സേഷൻ എന്നൊക്കെ നിങ്ങൾ പഠിക്കും. സെക്ഷൽ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്ന തിയറിയിൽ നിങ്ങൾ പഠിക്കും. ആനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ഓറൽ സ്റ്റേജ്, ആ സ്റ്റേജ് അതിൽ വിരലടിക്കുന്ന ആൾക്കാരുണ്ട്. അത് മാറ്റാൻ കഴിയാതെ വലുതാവുമ്പോഴും ഇങ്ങനെ ആയിരിക്കും. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ കടലാസ് കടിക്കുക, കിട്ടിയതൊക്കെ കടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അതൊരു ബിഹേവിയറാണ്. അതങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയില്ല. ചില ആൾക്കാർ ഇങ്ങനെ മാന്തി ചൊറിഞ്ഞ്, ചില നുണ പറയും, എന്ത് തൊട്ടാ നുണ പറയും. അത് നുണ പറഞ്ഞാൽ എനിക്ക് ഉറക്കം കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു ബിഹേവിയർ ഉണ്ടാവും. അത് നുള്ളിയിട്ടും പിച്ചിട്ടും മറ്റുള്ളവർ ശല്യം ചെയ്തുകൊണ്ടുള്ള ബിഹേവിയർ അല്ലെ, ഇതൊരു തരം ബിഹേവിയർ. അത് ചേഞ്ച് ചെയ്യാൻ പറ്റുവെച്ചാൽ പറ്റും, പറ്റൂലെച്ചാൽ പറ്റൂല. അങ്ങനെയാണ് ചേഞ്ചബിലിറ്റി ഉണ്ട്. അപ്പോ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കുന്നത്, നമ്മുടെ സ്വഭാവമാകുന്നത് പ്രാക്ടീസിലൂടെയാണ്. പ്രാക്ടീസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യും. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, എനിക്ക് അത്ര പേടിയൊന്നുമില്ല. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. ചില ആൾക്കാർ പാട്ട് പാടും, അടിപൊളി പ്രാക്ടീസ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ പ്രാക്ടീസിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വഭാവങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാം. ചേഞ്ചബിലിറ്റി എത്രതായാലും ഈ വളഞ്ഞ കമ്പിന്റെ വാലുണ്ടോ ചിലവര് അല്ലെ, നായന്റെ വാലുമാരി വളഞ്ഞിട്ട് എത്ര ശരിയാക്കിയിട്ടും കാര്യമില്ല. അങ്ങനെയല്ല, ചില കുട്ടികൾ എത്ര അടിച്ചിട്ട് അത് വാപ്പാന്റെ കാര്യം പറഞ്ഞിട്ട് വരുന്ന പറയുന്നത് എന്താണ് സ്റ്റെബിലിറ്റി. സ്റ്റിൽ ഷോ ലോങ് സ്റ്റെബിലിറ്റി ഓൾഡ് മെൻസ്. ഇപ്പോ പഴയ ആൾക്കാർ 19-60 വയസ്സ് ആൾക്കാർ പുതിയ രാജ്യത്ത് അവർക്ക് ഫേസ്ബുക്കൊന്നും ഇറങ്ങാൻ കഴിയും. ഒരു ഇൻസ്റ്റാ അക്കൗണ്ടോ അല്ലെങ്കിൽ മറ്റേ ത്രെഡൊന്നും ഓരോരുത്തുണ്ടാവില്ല. ഓരോരുത്ത പഴയ ഫേസ്ബുക്ക് ഉണ്ടാവും. അതിന്റെ മേലെ കഴിഞ്ഞ ഒരു ഫേസ്ബുക്ക് ഉണ്ടാവില്ല. ഒക്കെ ആരും വീട്ടിലെ ഷെൽഫിൽ ബുക്ക് ഉണ്ടാവും ഓരോരുത്ത്. അതിന്റെ മേലെ കഴിഞ്ഞ അവർക്ക് ബുക്ക് ഉണ്ടാവും. ഞങ്ങളും പഠിക്കുന്ന കാലത്ത് സ്ലേറ്റ് പോലും ഇല്ല, അങ്ങനെയൊക്കെ കിട്ടില്ലേ. അപ്പൊ ചില കാര്യങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാലോ ചില കാര്യങ്ങൾ പെട്ടെന്ന് മാറ്റാനും പറ്റും. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ചേഞ്ചബിലിറ്റി ഉള്ളതാണ്, എന്നാൽ സ്റ്റെബിലിറ്റി ഉള്ളതാണ്. അടുത്തത് ബിഹേവിയറിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ഇന്റഗ്രേഷൻ എന്നാണ്. നമ്മുടെ പെരുമാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പല മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പലതിന്റെ ഒരു ഇന്റഗ്രേറ്റഡ് രൂപമാണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ വർത്തമാനങ്ങളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ ഇടപെടലുകളിൽ നമ്മുടെ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നുണ്ട്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നുണ്ട്, ഇമോഷണൽ ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഞാനൊരു പാമ്പിനെ കാണുമ്പോൾ പേടിക്കുന്നത് അവിടെ എന്റെ ഫിസിയോളജി വർക്ക്ഔട്ട് ആവുന്നുണ്ട്, എന്റെ പാരാസിമ്പത്തറ്റിക് സിമ്പത്തറ്റിക് സിസ്റ്റം വർക്ക്ഔട്ട് ആവുന്നു. ഞാൻ അവിടെ നിൽക്കുന്നു, ഓടുന്നു, ചാടുന്നു. ചിലവർ സ്റ്റെക്കായി പോകുന്നു അല്ലെ. എന്നാൽ അവിടെ വടിയെടുത്ത് അടിക്കാനും കുത്താനും നുള്ളാനും എനിക്ക് റെഡി ആവുന്നുണ്ടാവും. അവിടെ ബിഹേവിയർ അതേ ഫിസിയോളജിക്കൽ ഫാക്ടറാണ്. അതോടൊപ്പം തന്നെ എന്റെ ചിന്തകൾ, അത് കടിക്കുവോ ആകുമോ, അങ്ങനെ അവിടെ മെന്റൽ പ്രോസസ്സുകളാണ്. പിന്നെ ഞാൻ ഓടുന്നു, അവിടെ നിൽക്കുന്നു, അടിക്കുന്നു. ആ ഓടിപ്പോവുകയാണെങ്കിൽ അവന് ഫ്ലൈറ്റ് ബിഹേവിയർ, മറ്റേ ഫ്ലൈറ്റ് ആയി പോകും. ഇത് അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ മിക്കവാറും എന്താണ്, അത് ഈ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും അതുപോലെ സോഷ്യൽ ഫാക്ടേഴ്സും ഇമോഷണൽ ഫാക്ടേഴ്സും ഒക്കെ പെടുന്നതാണ്. ഇതിന്റെ ഒരു ഇന്റഗ്രേഷൻ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ചിന്തയും നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റമൊക്കെ ഇന്റഗ്രേറ്റഡ് ആയിരിക്കും. അങ്ങനെയാകുമ്പോഴാണ് നല്ല മനുഷ്യരാകുന്നത്. ചിന്തിക്കുന്നത് പോലെ പറയുന്ന പോലെ പെരുമാറുന്ന പോലെ ചിന്തിക്കുന്നു എന്നുള്ളത് അതൊരു ഓർഗനൈസ്ഡ് മനുഷ്യനാണ്.
നേരെ മറിച്ച് ചിന്ത ഒരു വൈക്കും പ്രവർത്തനം വരക്കുമ്പോൾ അബ്നോർമാലിറ്റി വരും. അവിടെയൊക്കെ സൈക്കോളജിക്ക് വലിയ റോൾ വരും. എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ പെരുമാറുന്നു? ഞാൻ നുണ പറയില്ല, ഞാൻ കക്കൂല എന്നൊക്കെ പറയും. പക്ഷേ കിട്ടിയോ ചിന്ത വേറെയാണ്, പ്രവർത്തനം വേറെയാണ്. സ്കിസോഫ്രീനിയ എന്നൊക്കെ പറയും അല്ലെ, കേട്ടിട്ടുണ്ടോ? ഹാലൂസിനേഷൻ ഉള്ള ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പഠിക്കാൻ പറ്റും. സ്കിസോഫ്രീനിക് പേഴ്സണാലിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ ഡെലൂഷൻ പേഴ്സണാലിറ്റി ഉണ്ടാകും, പാരനോയിഡുകൾ ഉണ്ടാകും, ബൈപോളേഴ്സ് ഉണ്ടാകും. ഇവരൊക്കെ ചിന്തകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ പ്രോപ്പർ ഇന്റഗ്രേഷൻ പറഞ്ഞു. ഇതിപ്പോ 10 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് കഴിയേണ്ടതാണ്. 1 മണിക്കൂർ കൊണ്ട് ഒരു യൂണിറ്റ് നമ്മൾ തീർക്കും. ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു. എന്തായിരുന്നു ഡെമോ ക്ലാസ് ആണ്. ഡെമോ ക്ലാസ് ആണ്. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിലൂടെ ചോദിക്കാം കേട്ടോ. തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞു, സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ റിക്കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഹയർ ഇന്റഗ്രേഷൻ. അപ്പൊ എത്രമാത്രം ഇന്റഗ്രേഷൻ ഉണ്ടോ അത്രയും ഇഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ ബിഹേവിയർ. എത്രമാത്രം, അഥവാ ചിന്തയെ കൺട്രോൾ ചെയ്യുകയും ആലോചിച്ച് ചിന്തിച്ച് അതിനനുസരിച്ച് പ്രത്യാഘാതങ്ങളൊക്കെ മനസ്സിലാക്കി പെരുമാറുന്ന ആൾക്കാരുണ്ടാവും. അത് ഭയങ്കരമാണ്. അതേസമയം ആലോചിച്ച് എന്ത് സംഭവിക്കുന്നു ആലോചിക്കാതെ ചെറിയ കുട്ടികളൊക്കെ പെരുമാറുക. പലപ്പോഴും നമ്മൾ അങ്ങനെ ഒന്നാണ് കിട്ടിയാൽ പിന്നെ എന്തിനാ കിട്ടിയത്, എങ്ങനെയാണ് ആൾ നോക്കില്ല, കിട്ടുന്നതിന് മുമ്പ് തന്നെ അടിക്കും അല്ലെ. റിയാക്റ്റീവ് ബിഹേവിയർ ഉണ്ടാവും. അതേസമയം റെസ്പോൺസീവ് ഉണ്ടായിരിക്കും. നമ്മൾ പലപ്പോഴും റെസ്പോൺസ് ആണ് വേണ്ടത്. ഭർത്താവ് ഒരു കാര്യം പറയുമ്പോൾ ഭാര്യ അതിന് ആലോചിക്കണം, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, എന്താണ് അങ്ങനെ ചൂടാല കാരണം എന്ന് ആലോചിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതിന്റെ ആലോചിക്കുന്നതിന് മുമ്പ് നമ്മൾ റിയാക്ട് ചെയ്യും, അങ്ങനെ പ്രതികരിക്കും. അപ്പൊ ഇവിടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫൈറ്റ്. പിന്നെ 1-ാം ലോകമായത് 2-ാം ലോകത്തും ഇങ്ങനെ സൈക്കോളജി ഡെവലപ്മെന്റ് പറഞ്ഞ കുടുംബത്തിൽ ഭയങ്കര ഡെവലപ്മെന്റ് ആയിരിക്കും. അത് റെസ്പോൺസ് ഇല്ലാതെ റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതൊക്കെ ഇന്റഗ്രേറ്റീവ് ബിഹേവിയർ നമ്മൾ പഠിക്കാം. അപ്പൊ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതും സൈക്കോളജിയുടെ കാഴ്ചപ്പാട് എവിടെയാണ് സൈക്കോളജി നോക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. അവസാനം പറഞ്ഞു ബിഹേവിയറിലേക്കാണ്. ബിഹേവിയർ എന്ന് എന്താ പറഞ്ഞു, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് മനസ്സിലാക്കി. ഇനി നമ്മൾ സൈക്കോളജി ഒരു സയൻസ് ആണോ അതല്ല ആർട്ടാണോ എന്നതിലേക്ക് പോകുന്നു. ഈ മെറ്റീരിയൽ ഈ യൂണിറ്റിലുള്ള ഭാഗങ്ങൾ ആസ് ഇറ്റ് ഈസ് അതിന്റെ ആ പാറ്റേൺ വെച്ച് പോകട്ടോ. ഇത് പെർഫെക്റ്റ് ആണെന്നല്ല, പക്ഷെ ആ യൂണിറ്റിലുള്ളത് കവർ ചെയ്യണം. മിക്കവാറും യൂണിറ്റിലെ ഭാഗങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നോട്ട്സ് മതി. ഇത് PPT ആണ്, നോട്ട്സ് മതി. നോട്ട്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യും. സോറി. സൈക്കോളജി ഒരു സയൻസ് ആണോ അല്ലേ? കേട്ടില്ല, എന്താ പറഞ്ഞേ? ഇന്റഗ്രേഷൻ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തകളുണ്ട്, ആലോചനകളുണ്ട് അല്ലെ. അതിന്റെ അപ്പുറം ഈ ചിന്തിക്കാനും ആലോചിക്കാനും കാരണമാകുന്ന നമ്മുടെ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ, ഇതൊക്കെ ഓരോ ഭാഗങ്ങൾ. സോഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ ചുറ്റുഭാഗം, നമ്മുടെ ക്ലാസ് റൂം, നമ്മുടെ അയൽവാസി, ഇതാണ് സോഷ്യൽ. ഞാൻ അല്ലാത്തതൊക്കെ സോഷ്യലാണ്. എന്നാൽ ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്നിലുള്ള കാര്യം, എന്റെ ഹാർട്ട് ബീറ്റ്, എന്റെ ബ്ലഡ്, എന്റെ ഹോർമോണ്. എന്റെ ഹോർമോൺ അല്ല നിങ്ങളുടെ ഹോർമോൺ. എന്റെ ഹോർമോണിൽ ചിലതിൽ വേരിയേഷൻസ് ഉണ്ടാവും. ഇപ്പൊ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് മെൻസ്ട്രേഷൻ സമയത്ത് പ്രത്യേക രീതിയിലേക്ക് അവർ മൂടൊക്കെ മാറിക്കൊണ്ട്, കാരണം എന്താ, ഹോർമോൺ ഡിഫറൻസുകളാണ് അല്ലെ. നമുക്കും തന്നെ ഓഫീസിൽ ബോസിന്റെ അടുത്ത് നല്ല ചീത്ത കേട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ഹോർമോണിൽ മാറ്റം ഉണ്ടാവും. അത് അവിടെ പറയാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഒരു എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ വന്നിട്ട് തല്ലാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടാവും, അവിടെ വെച്ചെടുക്കും, കുട്ടി കൊടുക്കുന്നത്. അതൊക്കെ അപ്പൊ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആലോചന, അപ്പൊ നമ്മുടെ ഈ മെന്റൽ പ്രോസസ്സുകളാട്ടെ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ പ്രോസസ്സുകളാട്ടെ, നമ്മുടെ ചുറ്റുഭാഗങ്ങളാട്ടെ, ഇതൊക്കെ പരസ്പരം ഇന്റഗ്രേറ്റഡ് ആണ്. ഇത് അതിനെയും അത് ഇതിനെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റഡ് ആണ്. ഇങ്ങനെ ഇന്റഗ്രേഷൻ നടക്കുന്നു എന്നതാണ് ബിഹേവിയറിന്റെ മറ്റോ പ്രത്യേകത. എത്രമാത്രം നമ്മൾ ഇന്റഗ്രേറ്റഡ് ആകുന്നു, ഓർഗനൈസ്ഡ് ആകുന്നു, അത്രയും നല്ല വ്യക്തിത്വമാണ്. അപ്പൊ സന്ദർഭവും സാഹചര്യവും നോക്കി പെരുമാറാനും സംസാരിക്കാനും ഇടപഴകാനും കഴിയുന്നെങ്കിൽ അയാൾ പെർഫെക്റ്റ് ആണ്. അതൊന്നും നോക്കൂല, ആരോട് എന്തും പറയുന്ന പോലെ പൊട്ടന്മാർ ഭ്രാന്തന്മാരായിരിക്കും. അതുകൊണ്ട് അതിന് ചില പ്രത്യാഘാതങ്ങളുണ്ട്. ഇന്റഗ്രേഷൻ കുറവാണ്. അതുകൊണ്ടാണ് ചില ആൾക്കാർ മിണ്ടരുത് അറിയുന്നത്. അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടോ? ഇന്റഗ്രേഷൻ ഉണ്ട്, ഇന്റഗ്രേറ്റഡ് ആയിരിക്കും ബിഹേവിയർ. അങ്ങനെ ഇന്റഗ്രേറ്റഡ് ആയിരിക്കണം എന്നതാണ് കോൺസെപ്റ്റ്. ഇനി അടുത്തത് നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് എടുക്കുന്നത്, സൈക്കോളജി സയൻസ് ആണോ അല്ലേ? യെസ്, ഇറ്റ്സ് എ സയൻസ്. ഏത് രീതിയിൽ? ഇത് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റേഷനിലാണ് റൺ ചെയ്യുന്നത്. സയൻസിന്റെ പ്രത്യേകതയാണ് ഒബ്സർവേഷൻ നടത്തിയിട്ട്, എക്സ്പെരിമെന്റ് നടത്തിയിട്ട്, ലാബിൽ വെച്ചുള്ള എക്സ്പെരിമെന്റുകളാകാം, അല്ലെങ്കിൽ സയന്റിഫിക്കലി ഒബ്സർവ് ചെയ്യുന്നതായിരിക്കാം അല്ലെ. പല ആൾക്കാരും നമ്മൾ നിരീക്ഷിക്കും. ഒരു കുട്ടിയെ ചെറുപ്പം മുതൽ ഇങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങിയാൽ അവൻ ക്ലാസ് റൂമിൽ, അവൻ കൂട്ടത്തിൽ പോകുമ്പോൾ, ഗ്രൗണ്ടിൽ പോകുന്ന സമയത്ത്, അവന്റെ പ്രായക്കാരോടുകൂടെ, വലിയവരോടുകൂടെ, പള്ളിയിൽ പോകുമ്പോൾ, മദ്രസയിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റു ഓരോ രംഗങ്ങൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്താൽ അറിയാൻ പറ്റും ഒരാളുടെ തനി നിറം.
വീട്ടിൽ പെരുമാറുന്ന രൂപത്തിലല്ല ഒരാൾ ഓഫീസിൽ പോയ പെരുമാറുക, അതേ രൂപത്തിലല്ല അവന്റെ പ്രായക്കാരോടുകൂടെ പെരുമാറുക, അതേ രൂപത്തിലല്ല പുതിയൊരു ടീമിൽ ചെന്ന് കഴിഞ്ഞാൽ പലവരും പല രൂപത്തിൽ പെരുമാറും. അതുകൊണ്ടാണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞത്, നമ്മളൊരു മറയിലാണ്. അപ്പോൾ ഒബ്സർവേഷനിലൂടെയാണ് സൈക്കോളജി വർക്ക്ഔട്ട് ചെയ്യുന്നത്. എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്, നിങ്ങൾ പഠിക്കും എക്സ്പെരിമെന്റേഷൻസ്. ചിമ്പാൻസിയിൽ എക്സ്പെരിമെന്റ് നടത്തിയിട്ട് പിന്നെ തോണ്ടേക്ക് പട്ടിയിൽ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പഠനം എങ്ങനെ നടക്കുന്നുള്ളത് അതിനെ കുറിച്ച്. അപ്പൊ എക്സ്പെരിമെന്റ് നടത്തിയിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് ഈ സൈക്കോളജിയിലെ തിയറികളും കോൺസെപ്റ്റുകളും ഡെവലപ്പ് ചെയ്യുന്നത് എന്നതുകൊണ്ട് ഇസ് എ സയൻസ്. സയൻസിന്റെ മെത്തേഡാണ്. രണ്ടാമത്തത് സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഒബ്സർവേഷൻ, ഡാറ്റ കളക്ഷൻ, ഡാറ്റ അനാലിസിസ്, ഇന്റർപ്രിറ്റേഷൻ. സയൻസിന്റെ ഒരു മെത്തേഡാണ്. നമ്മൾ ഈ കാര്യം പഠിക്കുകയാണെങ്കിൽ ഒരു സമൂഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ഓരോരോ നിരീക്ഷിക്കും. അതിന്റെ പേരാണ് ഡിസ്കോഴ്സ് അനാലിസിസ് അല്ലെങ്കിൽ എത്തിനോഗ്രാഫി എന്നൊക്കെ സൈക്കോളജി പഠിക്കാനുള്ളത്. എത്തിനോഗ്രാഫിക് സ്റ്റഡി, ഡിസ്കോഴ്സ് സ്റ്റഡി, ഇന്റഗ്രേറ്റഡ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാകും. എന്നിട്ട് ഒബ്സർവ് ചെയ്ത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഈ ഡാറ്റയെ നമ്മൾ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യും. എന്നിട്ട് പബ്ലിഷ് ചെയ്യും. തിയറി ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെയാണ് സൈക്കോളജിയുടെ തിയറികൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ബിഹേവിയറിസം എന്ന തിയറി ആട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ ഫംഗ്ഷനലിസം എന്ന തിയറി ആട്ടെ, അങ്ങനെയുള്ള കുറെ തിയറികൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകും. സൈക്കോ ഡൈനാമിക് തിയറി, സൈക്കോ അനലിറ്റിക്കൽ തിയറി, അതല്ലെങ്കിൽ ഒബ്സർവേഷണൽ തിയറി, അങ്ങനെ കുറെ സാധനങ്ങൾ. ഇതൊക്കെ ഇതേപോലെ സയന്റിഫിക്കലി പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഈ മെത്തേഡൊക്കെ ഫോളോ ചെയ്യുന്നു എന്നതുകൊണ്ട് സൈക്കോളജി ഈസ് കൺസിഡേർഡ് ആസ് എ സയൻസ്. മാത്രമല്ല സൈക്കോളജി മറ്റു ഫിസിക്സിൽ നമ്മൾ ഫിസിക്സൊക്കെ ഉണ്ടാവില്ലേ, ലാബിൽ പോയിട്ട് അളന്ന് തിട്ടപ്പെടുത്തും. ഇത്ര ചൂട്, ഇത്ര കെമിസ്ട്രിയിലൊക്കെ ഉണ്ടാവില്ല, ഇത്ര വീതി, ഇത്ര നീളം, സ്കെയിൽ വെച്ച് നമ്മൾ നീളവും സെന്റിമീറ്ററും ഇതൊക്കെ തൂക്കാറില്ലേ. സൂര്യന്റെ ചൂട് ഇത്രയാണ്, വെള്ളത്തിന്റെ ചൂട് ഇത്രയാണ്, ഇതിന്റെ എത്രയാകുമ്പോൾ ചൂടാകും, അളന്ന് തിട്ടപ്പെടുത്തും. ഇതേ രൂപത്തിൽ സൈക്കോളജി ഉപയോഗിക്കാറുണ്ട്. സൈക്കോളജി മെഷർമെന്റ് ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ IQ, മനുഷ്യന്റെ ഇന്റലിജൻസ് അളക്കാനുള്ള ഒരു മെത്തേഡാണ് IQ എന്ന് പറയുന്നത്. CA + MA/100 എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്. സോറി, CA/MA × 100 എന്ന് പറഞ്ഞ സാധനം. ക്രോണോളജിക്കൽ ഏജ്, മെന്റൽ ഏജ്, അത് അഗേൻസ്റ്റ് 100 വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ IQ കിട്ടും. അതൊക്കെ പിന്നീട് പഠിക്കണം. ആൽഫ്രഡ് ബിനയുടെ തിയറിയാണ്. അപ്പോൾ മെഷർമെന്റ്. അപ്പോൾ സാധാ പ്യൂർ സയൻസ് ആയ ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും നിങ്ങൾ എന്തെല്ലാം മെത്തേഡ് ഉപയോഗിക്കുന്നു അതിന് സമാനമായ മെത്തേഡ് നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്നുണ്ട്. സൈക്കോളജിക്കൽ ലാബിൽ വില്യം വോണ്ട് ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ മറ്റുള്ളവർ ഡെവലപ്പ് ചെയ്ത ഇതിൽ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ദിസ് ഇസ് എ സയൻസ്. അപ്പോൾ ഇതൊരു സയൻസ് ആണോ വെച്ചാൽ യെസ്. ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റ്, സയൻസിന്റെ മെത്തേഡുകൾ ഉപയോഗിക്കുന്നു. ഡാറ്റ കളക്ഷൻ, അനാലിസിസ്, ഇന്റർപ്രിറ്റേഷൻ, സയൻസിന്റെ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ നമ്പറുകൾ, അതായത് നിങ്ങൾ എന്താ പറയുക മെഷർമെന്റുകൾ, ഫിസിക്സിലും ബയോളജിയിലും കെമിസ്ട്രിയിലും മറ്റു സയൻസിലൊക്കെ നിങ്ങൾ ഇത്ര പോയിന്റ്, ഇത്ര ശതമാനം എന്നൊക്കെ പറയാം. അതേ രൂപത്തിൽ ഇയാളുടെ ബുദ്ധി എത്രയാണ്? 95 എന്ന് പറയുമ്പോൾ ആവറേജ് ബുദ്ധിയാണ്. 125, ആൾ എക്സ്ട്രാ ബ്രില്യന്റ് ആണ്. 85, അയാൾ മെൻറൂൺ, അയാൾ പൊട്ടനാണ് എന്ന് നമുക്ക് അളന്നു തിട്ടപ്പെടുത്താൻ പറ്റും. മോട്ടിവേഷൻ അളക്കാൻ പറ്റും, ഇൻട്രസ്റ്റ് അളക്കാൻ പറ്റും. ഇൻട്രസ്റ്റ് ഇൻവെന്ററി എന്ന് പറയും, മോട്ടിവേഷൻ ഇൻവെന്ററി എന്ന് പറയും. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അളക്കാൻ പറ്റും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് അളക്കാൻ പറ്റും. ഇങ്ങനെ പലതും കാണുന്നുണ്ട്. അപ്പോൾ മെഷർമെന്റിന് ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ്സ് വൈ സൈക്കോളജി ഈസ് കൺസിഡേർഡ് ആസ് എ സയൻസ് ലൈക്ക് ഫിസിക്സ് ആൻഡ് ബയോളജി or കെമിസ്ട്രി. ഇനി ഇതുവരെ പറഞ്ഞു നമുക്ക് സൈക്കോളജിക്ക് ഒരു ഓപ്പറേഷൻ ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും. ഓപ്പറേഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ലാബിൽ കൊണ്ടിട്ടുള്ള ഓപ്പറേഷൻ അല്ല, മറിച്ച് ഇതിന്റെ പ്രായോഗികമായ ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും. യെസ്, സൈക്കോളജിയിലെ പല കോൺസെപ്റ്റുകളും പ്രായോഗികമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്, ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ എന്താണ്, ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെങ്ങനെ ആ സന്ദർഭത്തിലും സാഹചര്യത്തിലും മറ്റും ഫിറ്റ് ആയ രൂപത്തിൽ നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് സൈക്കോളജി ഒരു ഓപ്പറേഷൻ ഡെഫിനിഷൻ ഉള്ള ഒരു സയൻസ് ആണ്. ഉദാഹരണം ലെങ്ത്. ഉദാഹരണം നമ്മൾ പറയും ലെങ്ത് ഇല്ലേ, ഇത്ര മീറ്റർ. ടെക്സ്റ്റൈൽസ് പോയിട്ട് പറയാൻ 3 മീറ്റർ ഷർട്ട് പീസ് എടുക്കിട്ടോ, അല്ലെങ്കിൽ 1.5 മീറ്റർ എടുക്കുക. നമ്മൾ ലെങ്ത് അളക്കുന്ന പോലെ നമ്മൾ ബുദ്ധി അളക്കാറുണ്ട്. ഇന്റലിജൻസ് മെഷേർഡ് ബൈ IQ ടെസ്റ്റിലൂടെ അളക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഇതൊക്കെ സയന്റിഫിക് ക്ലാരിറ്റി ഉള്ള ചില ടേംസുകളും ടെർമിനോളജിയും സൈക്കോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് എ സയൻസ്. ഇതൊരു ഓപ്പറേഷൻ ഡെഫിനിഷനും ഉള്ള ഒരു സയൻസ് ആണ്. ഇന്റലിജൻസ് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഇന്റലിജൻസ് ഒരു ഡെഫിനിഷൻ പഠിക്കാൻ പറ്റും. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി എന്ന് പറയും. അപ്പൊ ഡെഫിനിഷൻ ഉള്ള വളരെ പ്യുവർ ആയ ഒരു സയൻസ് ആണ് സൈക്കോളജി. സൈക്കോളജി സയൻസ് ആണ് മാത്രമല്ല, ഇറ്റ്സ് എ ബിഹേവിയർ സയൻസ്. ഇതെന്താ പഠിക്കുന്നത്? അടുപ്പിൽ തീ വരുന്നതിനെ കുറിച്ചല്ല പഠിക്കുന്നത്, മനുഷ്യന്റെ മനസ്സിനെ കുറിച്ചും മനുഷ്യന്റെ പെരുമാറ്റങ്ങളെ കുറിച്ചും. ഇറ്റ്സ് എ ബിഹേവിയർ സയൻസിന്റെ പാർട്ടാണ്. അങ്ങനെ പറഞ്ഞാൽ ഇറ്റ് സ്റ്റഡീസ് കോംപ്ലക്സ് ആൻഡ് ഡൈനാമിക് ബിഹേവിയർ. മനുഷ്യന്റെ സങ്കീർണമായ പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യനെ കുറിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവൻ നാളെ അങ്ങനെ പറയും, ഇങ്ങനെ പോയി അവരിങ്ങനെയാവുന്ന നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആകാതിരിക്കാം. ഈ സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇനി സാഹചര്യത്തിലാകുന്നത് മിക്കവാറും 2 വർഷം കഴിഞ്ഞാൽ അവർ ഇങ്ങനെയാകുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. പറഞ്ഞ മാതിരി ആകാതിരിക്കാം. കാരണം അതല്ലാത്ത പല ഫാക്ടേഴ്സും അദ്ദേഹത്തെ സ്വാധീനിച്ച് അയാൾ മാറാതിരിക്കാം.
ഏതൊരാളും എങ്ങനെയും പെരുമാറും. കണ്ടില്ലേ, വീട്ടിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലേ, പെട്ടെന്ന് ഈ കാര്യം ഭൂമി കുലുക്കന്മാരി ഹസ്ബൻഡ് ചൂടാന്ന്, അതേപോലെ പെട്ടെന്ന് ഈ കാര്യം ഭാര്യ ചൂടാന്ന്, ചിലപ്പോൾ കുട്ടികൾ ചൂടാകുന്നത്, വീട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. നാട്ടിലും തന്നെ സംഘടനകളും തന്നെ ഒരു ഇലക്ഷന്റെ റിസൾട്ട് വന്നാൽ മതി ഭയങ്കര വിപ്ലവങ്ങളും കലാപങ്ങളും ഉണ്ടാകും. ഇങ്ങനെയാണ് മനുഷ്യന്മാർ. കോംപ്ലക്സ് ആണ്, ഡൈനാമിക് ആണ്. ഇതിനെ കുറിച്ചൊക്കെ സൈക്കോളജി പഠിക്കുന്നത്, അവരുടെ ബിഹേവിയർ സയൻസിന്റെ സൈക്കോളജി പ്രത്യേകത എന്താ? ഇത് യങ്ങസ്റ്റ് അമംഗ് ദി സയൻസ് എന്ന് പറയും. സയന്റിഫിക് എൻക്വയറി നടത്തുന്ന, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി പോലത്തെ ഫിസിക്കൽ സയൻസ് അല്ലെങ്കിൽ പ്യൂർ സയൻസ് എന്ന് പറയുന്ന ഈ സയൻസിനെ പോലെ പുതുതായി ഈ കാറ്റഗറിയിലേക്ക് വരാൻ ശ്രമിക്കുന്ന, വന്നുകൊണ്ടിരിക്കുന്ന ഒരു തുർക്കി എന്ന് പറഞ്ഞ യുവ സയൻസ് ആണ് സൈക്കോളജി. ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന മോഡേൺ സയൻസ് ആണ്. പക്ഷേ ഫിസിക്സിലുള്ളതുപോലെ കെമിസ്ട്രിയിലുള്ളതുപോലെ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കെമിസ്ട്രിയുടെ ഒരു കാര്യം പറഞ്ഞാൽ ഹൈഡ്രജൻ ഇത്ര തന്മാത്രയും ഓക്സിജൻ ഇത്ര തന്മാത്രയും H2O വന്നു കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാകും, അല്ലെങ്കിൽ ഇതും ചേർന്ന് എങ്ങനെ ഉണ്ടാവും ഫിസിക്കൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കോളജിയിൽ അങ്ങനെ കൃത്യമായി പറയും. അക്യൂറസി പറയും. കാരണം പലവരും പല പോലെ. ഇന്ന് എന്റെ ഇപ്പോഴുള്ള പെരുമാറ്റമല്ല കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാകും. ഇപ്പൊ ഞാൻ വളരെ ഉഷാറായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്ക് സംസാരിക്കാൻ കോലം മാറും അല്ലെ, അങ്ങാടിയുള്ള മാതിരിയായിരിക്കില്ല വീട്ടിലെത്തി കഴിഞ്ഞാൽ. അപ്പൊ അത് കോംപ്ലക്സിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അൺപ്രഡിക്റ്റബിൾ ആണ് മനുഷ്യന്റെ. അപ്പോൾ ബിഹേവിയർ സയൻസ് ആണ്, അഥവാ സയൻസ് ആണ് ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നത്. ബിഹേവിയർ ഭയങ്കര കോംപ്ലക്സ് ആണ്. അപ്പൊ അതിനുള്ള കോംപ്ലക്സിറ്റി ഉണ്ട്. സൈക്കോളജിയുടെ ആർട്ടാണ്, ആർട്ടാണ്, ഒരു കലയാണ്. സയൻസ് മാത്രമല്ല, അതായത് സയന്റിഫിക് മെത്തേഡ് ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് സയൻസ് ആണ്. അതോടൊപ്പം ഇതെന്താണ്, ആർട്ടാണ്. അതായത് പുതിയ പുതിയ വിഷയങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് വളച്ചും തിരിച്ചും പരിഹാരങ്ങൾ കണ്ടെത്താൻ പറ്റും. അതെന്റെ ആർട്ട് എന്ന് പറഞ്ഞാൽ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന ഒന്നാം നമ്പർ ടൂളാണ്. അതായത് സൈക്കോളജിയിലെ പല തിയറികളും പല നോളജുകളും നമുക്ക് അപ്ലൈ ചെയ്യാം. അവിടെ പഠിക്കുന്ന ഒരു തിയറി, ഇവിടെ പഠിക്കുന്ന ഒരു തിയറി, അത് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യാം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കുറെ തിയറികൾ പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്ത് നമുക്ക് പേഴ്സണാലിറ്റി മോഡിഫിക്കേഷൻ ഉണ്ടാക്കാം. പഠനം വളരെ പിന്നാക്കം നിൽക്കുന്ന കുട്ടിയിൽ പഠന വൈകല്യങ്ങൾ കണ്ടെത്തിയിട്ട് ഇനി ടെക്നിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പഠനം മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ ടെക്നിക്കൂടെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ സൈക്കോളജിയിലെ പല ടൂളുകളും പല കോൺസെപ്റ്റുകളും പല ആശയങ്ങളും മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അതുകൊണ്ടാണ് തെറാപ്പികളൊക്കെ വരുന്നത്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ആട്ടെ, അല്ലെങ്കിൽ മറ്റു ബിഹേവിയർ തെറാപ്പികളാട്ടെ, പല പല തെറാപ്പികളുണ്ടല്ലോ. REBT ഉണ്ട്, SFBT ഉണ്ട്, CBT ഉണ്ട്, ഇതൊക്കെ ഇങ്ങനെ സൊല്യൂഷനുകളാണ്. ഇന്ന് ഈ സൈക്കോളജി എന്ന സാധനം കൗൺസിലിംഗിന് ഉപയോഗിക്കുന്നുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഓർഗനൈസേഷൻ മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട്. കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ സൈക്കോളജിസ്റ്റ് ഉണ്ടായിരിക്കും. HR മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സൈക്കോളജി പഠിച്ചവരായിരിക്കണം. അയാൾ ഉഷാറാണ്. കൗൺസിലിംഗ്, ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റുകൾ, ഇവരൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതൊരു ആർട്ടാണ്. മനുഷ്യന്റെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക്, മാനസിക രോഗങ്ങൾ, മാനസിക വൈകല്യങ്ങൾ, മറ്റുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ന്യൂറോട്ടിക് ആകാം, സൈക്കോട്ടിക് ആകാം, ഇങ്ങനെയുള്ള അതിനൊക്കെ ഇന്ന് സൈക്കോളജി ഒരു തുരുത്താണ്, ഒരു മെഡിസിൻ ആണ്, അല്ലെങ്കിൽ സൊല്യൂഷൻ. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇത് സ്കില്ല് വേണം, എക്സ്പീരിയൻസ് വേണം. ഇത് പഠിച്ചെടുക്കണം. കോൺസെപ്റ്റുകൾ പഠിക്കണം, ആശയങ്ങൾ പഠിക്കണം, തിയറീസ് പഠിക്കണം. അത് പഠിച്ചാൽ മാത്രം പോരാ, പ്രാക്ടീസ് ചെയ്യണം. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ എക്സ്പേർട്ടുകളാണ്. അല്ലാണ്ടെങ്കിൽ മുറിവൈദ്യൻ ആളെ കൊല്ലുന്ന. അതുകൊണ്ടാണ് ഡിസ്റ്റൻസ് സൈക്കോളജിക്കൊക്കെ കുറെ റൂൾസുകളൊക്കെ വന്നത്. ഡിസ്റ്റൻസ് ആണ് എന്നതുകൊണ്ട് വിവരമില്ലായിരിക്കും നമ്മൾ ആ വിഷയത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ സ്കില്ല് വേണം, എക്സ്പീരിയൻസ് വേണം. ആ സ്കില്ലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങൾ അന്യന്റെ അത് പരിഹരിക്കാൻ സാധിക്കുന്നു എന്നതുകൊണ്ട് ഇത് ആർട്ടാണ്. സ്റ്റഡി ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് സ്പെഷ്യൽ എക്സ്പീരിയൻസ് എടുക്കഴിഞ്ഞാൽ നമുക്കൊക്കെ സ്കിൽഫുൾ ആകാം. അങ്ങനെ സ്കിൽഫുൾ ആയി നല്ല ആർട്ടിസ്റ്റിക്, നല്ല ആർട്ട് വരയ്ക്കുന്നവർ, അല്ലെ കളിമണ്ണ് കൊണ്ട് പല രൂപങ്ങൾ ഉണ്ടാക്കുന്ന പോലെ സൈക്കോളജി പഠിച്ച് മനുഷ്യന്റെ പ്രശ്നങ്ങൾ, നമ്മളുടെ പ്രശ്നങ്ങൾ, കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പറയുന്നത്. സൈക്കോളജി സയൻസ് along with as long as it's an art. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആകെ പഠിച്ചത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ആദ്യം ആത്മാവിനെ കുറിച്ച് പഠിക്കുന്ന ആൾ പഠിച്ചു, പിന്നെ പറഞ്ഞു മൈൻഡിനെ കുറിച്ച് പഠിക്കുന്നതാണ്, പിന്നെ പറഞ്ഞു കോൺഷ്യസിനെ കുറിച്ച് പഠിക്കുന്നതാണ്, പിന്നെ പറഞ്ഞതല്ല ഇതിനൊക്കെ അപ്പുറം ബിഹേവിയർ അഥവാ ഇന്റേണൽ എക്സ്റ്റേണൽ പ്രോസസ്സുകളെ കുറിച്ച് പഠിക്കുന്നതാണ്. അവസാനം മനസ്സിലാക്കി ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സിമ്പിളൊന്നുമല്ല, ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നതാണ്. അങ്ങനെ പഠനം നടത്താൻ ലാബുകളും ലബോറട്ടറികളും എക്സ്പെരിമെന്റുകളും നടത്തി. അങ്ങനെ മോഡേൺ സൈക്കോളജിയുടെ പിതാവായിട്ട് വില്യം വൂണ്ട് വന്ന 1870 ഫസ്റ്റ് ലാബ് എസ്റ്റാബ്ലിഷ് ചെയ്തു. സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ പഠിച്ചത് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്സുകളെ കുറിച്ചുള്ള പഠനമാണ്. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഗോൾ ഡയറക്റ്റഡ് ആൻഡ് ഗോൾ ഓറിയന്റഡ് ഒരു പെരുമാറ്റമാണ്, ഇന്റഗ്രേറ്റഡ് പെരുമാറ്റമാണ്. ഇങ്ങനെ ഇന്റഗ്രേറ്റഡ് ആയ, ഗോൾ ഓറിയന്റഡ് ആയ, ഡയറക്റ്റ് ആയ നമ്മുടെ പെരുമാറ്റങ്ങൾ മെച്ചപ്പെടുത്താൻ സൈക്കോളജി നമ്മളെ സഹായിക്കുന്നു എന്നാണ് നമുക്ക് ആകെ പഠിക്കാനുള്ളത്. യൂണിറ്റ് മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ ആകെ പഠിച്ചത് സൈക്കോളജിയുടെ ഒറിജിനും അതിന്റെ ഡെവലപ്മെന്റും പ്രാഥമികമായ ഒരു കാര്യം പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഗ്രൂപ്പിലൂടെ ബന്ധപ്പെടാം.
ഒരു ട്യൂഷനാണ്, ഓൺലൈൻ ട്യൂഷനാണ്. നിങ്ങൾക്ക് ക്ലാസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ക്ലാസ്സിന് ഞങ്ങൾ നോട്ട്സ് തയ്യാറാക്കിയിട്ടുണ്ടാവും. സിംപ്ലിഫൈഡ് നോട്ട് ആയിരിക്കും. ആ നോട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. PPTയുടെ സഹായത്തോടെ നിങ്ങൾക്ക് പഠിക്കാം. റെക്കോർഡ് ചെയ്ത ക്ലാസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡീറ്റെയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഗ്രൂപ്പിലൂടെ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ബന്ധപ്പെടുക. അതിന്റെ കാര്യങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് നേരത്തെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ട്. കാരണം ഓരോ മൊഡ്യൂളും നമ്മൾ ചാർജ് ചെയ്യുന്നതിന്റെ 25% ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്ക് ഉണ്ടായിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യട്ടോ. പ്രയർ ടൈം ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ്.